الله الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن بسم الله الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العظيم لك الحمد يا معبود يا الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على رسولك سيدنا محمد وآله وأهل بيته وصحبه وإخوته وسلم اللهم أوصل مثل سرابنا قرأه هدية منا إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين اللهم بحقوقهم وبفضائلهم حسن مرادنا وبلغ مقصودنا وتمم نيتنا واشف مرضانا وارحم موتانا وتغفر عذابنا وعد ديوننا وسلمنا من آفات الدنيا وعذاب الآخرة اللهم إلى حضرة سيدنا قطب الزمان محمد مولانا المستعان البخاري قدس الله سره العزيز اللهم بحقه وبفضله اشف امراضنا وامراض مرضانا فاشفها كلها يا شافي الامراض اللهم انا نسالك من كل خير خزائنه بيدك ونعوذ بك من كل شر خزائنه بيدك انك على كل شيء قدير والى حضرات الامهات منا من ابائنا وامهاتنا واقربائنا وجيراننا وجميع المؤمنين اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واعف عنا وعنهم واجمع بيننا وبينهم في دار جناتك النعيم واغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات آمين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ നൽകുന്ന ദുനിയാവിലും ആഖിറത്തിലും ഗുണമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്ന അല്ലാഹു മാറാവട്ടെ. ഈ റമളാനിലെ പ്രവർത്തനത്തിൽ നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു തആല വിജയത്തിലും സന്തോഷത്തിലും മാറാവട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള മരിച്ചുപോയുള്ള പ്രത്യേകിച്ച് മണ്ണിന്റെ പരിസരത്തെ ഖബർസ്ഥാനത്തോട്ടടുത്തുള്ള അല്ലാഹു റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഈ ഭൂമിയിൽ ഒരു വിജയേറിയ വിലക്ക് തീരാത്ത പോലത്തെ വലിയ ഐശ്വര്യമുള്ള അഥവാ പരിപര ശ്രീമന്തികമുള്ള വിലക്കെട്ടു തീരാത്ത പോലത്തെ ഒരു വിജയേറിയ പ്രപഞ്ചമുണ്ട്. വിജയേറിയ ചെല്ലുമ്പോൾ ചിലപ്പോൾ അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ അങ്ങനെ പേരിക്കുള്ള മനുഷ്യന്മാർ തിരിച്ച ആൾമാരെല്ലാം ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ വിജയേറിയ ഉള്ള ജാഗീട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയുടെ പരിസരത്തുള്ള രാജാക്കളുണ്ട്, അതിലുണ്ട് മന്ത്രികളുണ്ട്,
രണവീരരുണ്ട്, പ്രഭുക്കളും പലരുണ്ട്. അവർക്കുള്ള പാർപ്പിടം ഇന്ന് നീ കാണേണ്ടതാ. കരയാത്ത കണ്ണും മക്കളെ കരയുന്നതാ. ഞങ്ങളുടെ റായത്തപ്പള്ളിയുടെ പരിസരത്തുള്ള കോട്യാധിപതിമാരുള്ളവരുടെ, ധാരാളം ശ്രീമന്തിക്കുള്ള ആൾമാരുള്ളവരുടെ, റായത്തെ ആഡലിതർക്ക് രാജാക്കന്മാരുള്ളവരുടെ, വലിയ 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 കിനാവ് കണ്ടുകൊണ്ടുള്ള ആൾമാരുള്ളവരുടെ, വലിയ വലിയ ശ്രീമന്തിക്ക് നടത്തിക്കൊണ്ടിരുന്ന ആൾമാരോടുള്ള എന്തെല്ലാം കിനാവ് പാവത്തോന്ന സമയത്ത് അദാനി അംബാനി ആവുന്നത് വിചാരിച്ചുകൊണ്ടിരുന്ന ആൾമാരായിട്ട് സ്ഥാനത്തിൽ കിടന്ന വലിയ ശ്രീമന്തിക്ക് എന്തെല്ലാം കിനാവ് കണ്ടുകൊണ്ടിരുന്ന അങ്ങനെ കിടക്കുന്ന ജാഗിയായിട്ട് വലിയ വലിയ കോടീശ്വരന്മാരായ ആളുകൾ. ആ ജാഗ ഞങ്ങളിവിടെ ആളുമാറുള്ള നിങ്ങളുടെ നേരെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കട്ടെ. നിങ്ങൾ ഔത്രങ്ങൾ മരിച്ചു പോയിട്ടില്ലേ? ചിലപ്പോൾ നിങ്ങളെ പാപ്പായിട്ട് ഉമ്മായിട്ട് ബജ്ജിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രക്തസംബന്ധിമാരായിട്ട് നാരങ്ങായിട്ട് ആ കൂട്ടത്തിൽ കിടന്നിട്ടുള്ള എന്തും ഞങ്ങളെ ഉത്തരങ്ങളിലുള്ളവരുണ്ട്. ആറും ബാക്കി അങ്ങനെ ഇപ്പൊ എങ്ങനെ ഉള്ളവരുടെ കേട്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തര ചെല്ലുവാൻ ആ സന്തോഷത്തിലുള്ള ആ ദുഃഖത്തിലുള്ളതാണ് കേട്ടെങ്കിൽ എന്തൊരു ഉത്തര ചെല്ലുവാൻ എന്തോ ഒന്നുള്ളവരാണ് അത് ഗ്യാരണ്ടി അല്ല. എന്തോ ഒന്നുള്ള ഒന്നാം റക്ഷലുള്ളവരോ അല്ലെങ്കിൽ ശിക്ഷയുള്ള റക്ഷലുള്ളവരുടെ ധരിച്ചല്ലോ. നിന്റെ ഉമ്മ പാപ്പ നിന്റെ ഇടങ്ങ കൂട്ടുകുടുംബത്തിന് റാഹുള്ളവരുടെ കണ്ടെങ്കിൽ നീ ഞങ്ങളെ കൂട്ടും എവിടേക്കും പോകാതെ ഇല്ല. ഞങ്ങളുടെ സമ്പർക്കത്തിൽ കാണാം. അതല്ല നിന്റെ പെഞ്ഞൈ, നിന്റെ കിടാവ്, നിന്റെ മക്ക, നിന്റെ ഇളങ്ങ, നിന്റെ മൂത്തങ്ങ, നിന്റെ ഉമ്മ പാപ്പ അങ്ങനെ ദുഃഖത്തിലും ബേജാറിലും രോഗത്തിലും കഷ്ടത്തിലുള്ളവരുടെ കണ്ണിനെ കൊണ്ട് വെച്ച് ഓടാതെ അപ്പോഴും നീ ഞങ്ങളുടെ കാണാം. ഞങ്ങളുടെ പേര് ചിലരുണ്ടാ ഞങ്ങളുടെ ഉമ്മ വിട്ടുപോയിട്ടാണ്. സാധാരണ ചിലർ മരിച്ച ഞങ്ങളെ വിട്ടുപോയിട്ടാണ്. ഞങ്ങളെ ആറും വിട്ടുപോയിട്ടുള്ള ആറും വിട്ടുപോയില്ല. അങ്ങനെ ഞങ്ങളെ കാണാം. നിങ്ങൾ പോയിടാറുണ്ട് മാത്രം. നീ വെച്ച് നിന്റെ വിട്ടുപോയിട്ടല്ല അങ്ങനെ പോയിട്ട് വിട്ടുപോയിട്ടില്ല. ബദലകിൽ നിന്നെ കാണാൻ നിങ്ങൾ പോയില്ല. പിറകില് നീനും ഉള്ള വിട്ടുപോയി നീന് പോകില്ല. ഇല്ല നീ ഇവിടെ ബാക്കിയാവണ്ട. ഇല്ല നീനും പിറകില് പോകും. നീ ആരെയും വിട്ടുപോകില്ല. അത് പേടിക്കണ്ട. നീന് എല്ലാവരെയും ആരെയും വിട്ടുപോകില്ല. നീ ഞങ്ങളെ കാണത്തിൽ മുന്നോളെ പോയിടാറുണ്ട് മാത്രം. ഞങ്ങളെ കണ പിന്നെ ഞങ്ങളെ മുന്നോള് നിങ്ങൾ പോകണ്ട. ഈ മുന്നോള് പിന്നെ കണക്കാക്കണ അങ്ങനെ അജ്ജ മരിച്ചൽ പിന്നെ പാപ്പ മരിച്ചൽ പിന്നെ മോൺ മരിച്ചൽ പിന്നെ പുള്ളി അങ്ങനെ അല്ല. അത് മുന്നോള് കൊണ്ട് ചിലപ്പോ പുള്ളിയായിട്ടേക്കോ അജ്ജവിടെ വയ്ക്കൂ. ചിലപ്പോ മുന്നോള് കൊണ്ട് ഏളവനായിട്ടേക്കും മൂത്തറോടിക്കിട. അത് ആരുടെ ചെല്ലോ സാധ്യമല്ല. മുന്നോൾ ആറ് കൊണ്ട് നിങ്ങളുടെ പേരിക്കട നിങ്ങൾ കാണാൻ അജ്ജനങ്ങളെ മുന്നോള് കൊണ്ടാകും. പാപ്പ പിന്നെ കൊണ്ട് അതിൽ പിന്നെ ഞങ്ങൾ കൊണ്ട് പിന്നെ നാളെ മക്ക അല്ല. എത്രയോ പുള്ളിമാരെ പോയിട്ട് പാപ്പമാരെ ദഫനാക്കിയ നിങ്ങൾ കണ്ടോണ്ടില്ലേ? എത്ര മക്കളെ പാപ്പമാരെ എത്ര പുള്ളിമാരെ അച്ഛന്മാരെ ദഫനാക്കുന്നത്. അതേപോലെ എത്രയോ പാപ്പമാരെ എത്രയോ മക്കളെ പാപ്പടങ്ങ പോയിട്ട് പിടി മണ്ണെറിഞ്ഞ് കണ്ടതുവാരല്ലേ ഞങ്ങളെ മയ്യത്ത് നിസ്കരിക്കില്ലേ? എത്ര ഇളങ്ങളെ മേലെ മൂത്തങ്ങ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലേ? മുന്നോട്ട് സെക്കൻഡ് ചെല്ലോ സാധ്യമല്ല. അന്തും ഇന്നും നിങ്ങളെ കാണാൻ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങളെ കാണാൻ മുന്നോട്ട് പോയി ആളുകൾ അവസാനത്തിൽ നിന്ന് കിടന്നിട്ടുള്ള അക്കൂട്ടത്തിൽ ഞങ്ങൾ ആളുമാർ മറുപടിയാകുക. പ്രധാനപ്പെട്ട ആളുകൾ ഞങ്ങളെ ചോരയുടെ പള്ളി ഒരു പൈപ്പ് ലൈൻ വെച്ചോ. കോർപ്പറേഷന്റെ നല്ലിയുടെ ഒരു പൈപ്പ് ലൈൻ ഞങ്ങളെ പള്ളിയുടെ കണക്ഷൻ സിൻടെക്സ് ഒരു കണക്ഷൻ കൊടുത്തു. അങ്ങനെ കുറെ പൈപ്പ് ജോയിന്റ് ആക്കിയിട്ട് PVC പൈപ്പ് 20 ഫീറ്റ് 10 ഫീറ്റ് പൈപ്പ് ഇങ്ങനെ ജോയിന്റ് ആക്കി പിടിയത് പണ്ടത് അതിലായിട്ട് തണ്ണി വന്നോണ്ടിരിക്കും. ആ പൈപ്പ് ലൈറ്റിൽ തണ്ണി വന്നോണ്ടിരിക്കും. മിഡിൽ ഒരു പൈപ്പ് കട്ടായി പൈപ്പ് ചേഞ്ച് ആക്കില്ല. കട്ടായ ജാഗ്രത ആ പൈപ്പ് ചേഞ്ച് ആക്കി പതിൽ വേറെ പൈപ്പ് കട്ടായ പൈപ്പ് ഇങ്ങനെ പോയിട്ട് ചെറിയ മാത്രം ഞങ്ങളെ ചോരയുടെ ലിങ്ക് ഞങ്ങളെ അച്ഛ ഞങ്ങളെ പാപ്പ ഞങ്ങളെ മക്ക ചോരയുടെ ഒരു ലിങ്ക്. അത് ഏത് ജാഗ്രത പട്ട പൈപ്പല്ല. പൈപ്പ് കഴിഞ്ഞാൽ കോർപ്പറേഷന്റെ ടാങ്കി വന്ന പൈപ്പിൽ എവിടെ പൈപ്പ് പൊട്ടുന്നുള്ള സാധ്യത. ചിലപ്പോൾ സ്റ്റാർട്ടർ പൈപ്പായിട്ടൊക്കെ പൊട്ടുന്നത്, അല്ലെങ്കിൽ ആർട്ടർ പൈപ്പായിട്ടൊക്കെ പൊട്ടുന്നത്, അല്ലെങ്കിൽ പുതിയ പൈപ്പായിട്ടൊക്കെ പൊട്ടുന്നത്, അല്ലെങ്കിൽ പഴയ പൈപ്പായിട്ടൊക്കെ പൊട്ടുന്നത്.
ആ നാളെ ചോരയുടെ ലിങ്കുണ്ടത് ഏത് കഷ്ടപ്പെടുന്നത് പുള്ളിയാൽ ഉമ്മമ ബാപ്പമ അജ്ജമ അജ്ജി അതുള്ളത് ഏതൊന്ന് അതേപോലെ ബാക്കി വയ്ക്കും നമ്മളോടുള്ള ഞങ്ങളെ ചോരയിലൂടെ കടന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽ നിങ്ങളെ ബാപ്പ ഉണ്ടോ, ആ കൂട്ടത്തിൽ ഉമ്മ ഉണ്ടോ, ഇലക ഉള്ളത്, കൂട്ടങ്ങ ഉള്ളത്, മക്ക ഉള്ളത്, പുള്ളി ഉള്ളത്, ചെറിയ ചെറിയ മക്ക ഉള്ളത്, പെരക്കാണ് മുന്നോട്ട് നിന്ന് വഹിക്കാത്ത കബർസ്ഥാണ് ഏതോ എതിരായത്താളുമാർ പരിചയമില്ലാത്ത ഗുരുതയില്ലാതെ ഒരു പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത എല്ലാ ആളുമാർ അമയ്യത്തിൽ ഞങ്ങളായ കേന്ദ്ര ജുമാഅത്ത് പള്ളിയുടെ പരിസരത്തെ കബർസ്ഥാനത്ത് കടപ്പാട്ടി മനസ്സിലാക്കുന്നപ്പോൾ ഏതോ പ്രായത്തിൽ ഒരു പരിചയമില്ല, മയ്യത്ത് നിസ്കരിച്ച ആളുകളും പരിചയമില്ല, മയ്യത്തെ ദഫനാക്കിയ ആളുകളും പരിചയമില്ല. ഹോസ്പിറ്റലിലോട്ട് നോക്കിയിട്ട് അനാഥ മയ്യത്ത് പോലീസ് എന്നെ ചെന്നറെ ഡോക്ടർമാരെ ചെന്നറിഞ്ഞ് ഡെലിവറി ആക്കോ കാത്തുകാത്തുകൾ അറിയില്ല. ലാസ്റ്റ് ഒരു പരിചയമില്ലാത്തൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കുളിപ്പാട്ടിയുടെ ദഫനാക്കിയിട്ട് നിസ്കരിച്ചിട്ട് കൊണ്ടിട്ട് ദഫനാക്കി എത്ര മയ്യത്തുള്ള അത് എങ്ങനെയുള്ള ഇപ്പോ കഷ്ടത്തിലുള്ളവ, സുഖത്തിലുള്ളവ, ആഹത്തിലുള്ളവ, സൗഖ്യാനുഭൂതി ലഭിച്ചിട്ട് സന്തോഷത്തിലുള്ളവ, നരകീയ ശിക്ഷ അനുഭവിച്ചിട്ട് കഷ്ടത്തിലുള്ളതാണ് നൻകാർക്കും തെരിയല. മരിച്ചുപോയ എന്റെ ബാപ്പയുടെ അവസ്ഥ എന്തുണ്ട് നക്ക് തെരിയല, എന്റെ ഉമ്മയുടെ അവസ്ഥ എന്തുണ്ട് നക്ക് തെരിയല. ഞങ്ങളെ ഒട്ടിಗೆ ഇന്നാളും മാറും, നിങ്ങളൊട്ടിಗೆ ചിരിച്ചു കളിച്ചാളും മാറും, നിങ്ങൾക്ക് ജീവനം തന്നാളും മാറും, നിങ്ങളെ നന്നാക്കി തന്നാളും മാറും, നിങ്ങൾക്ക് അകവിട്ട് തന്നു പോയാളും മാറും, കിടന്ന കട്ടിൽ നിങ്ങൾക്ക് തന്നു പോയാളും മാറും, ചോറ് കറിയാക്കി കിടമ്പി തന്നോടുന്ന പാത്രത്തെയും ഇടകളത്തെയും നിങ്ങൾക്ക് തന്നു പോയാളും മാറും, ഞങ്ങളുടെ ടോയ്ലറ്റും ബാത്റൂമും നിങ്ങൾക്ക് വിട്ടുപോയി തന്നാളും മാറും, ഞങ്ങളുടെ അങ്ങാടി പാടിയ ബിസിനസ് കേന്ദ്രത്തെ നിങ്ങൾക്ക് വിട്ട് തന്നാളും മാറും, ഞങ്ങൾക്ക് തോട്ടവും കൃഷിയിടവും ഫ്ലാറ്റും ബിൽഡിങ്ങും ഞങ്ങളെ വിട്ടുപോയാളും മാറും, ഞങ്ങളെ കാരണം നിങ്ങൾ പോയാളും മാറും, എല്ലാം നിങ്ങൾക്ക് തന്നു പോയിട്ട് എന്റെ 6 അടി മണ്ണിൽ കിടന്നിട്ടുള്ള ഞങ്ങളെ അവസ്ഥ എന്തേവെന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കുകൊള്ളനെയാണ്. നീണമുള്ള അകയുണ്ട് ഒരു 100 വർഷത്തെ കാണുന്നു 2025 ഇസവിയത് 1925 ഇപ്പൊ നീ ഉള്ളതിന്റെ ഒരു 100 വർഷം കഴിഞ്ഞ പിന്നെ 1125 ഇസവി വന്നിട്ട് കണ്ടെങ്കിൽ അപ്പൊ നിന്റെ പേര് ചെല്ലടങ്ങ നിന്റെ ഒത്തിരിക്കല, പേര് ചെല്ലടങ്ങ നിന്റെ ഒത്തിരിക്കല. ഈ ദച്ചിരിക്കുന്ന ഒരു മനുഷ്യവും ഈ മജിലിസിലിരിക്കുന്ന ഒരു മനുഷ്യവും 1125 ഇസവി അവിടെ സന്ദർഭത്തിൽ പള്ളിയിൽ വിളിക്കില്ല, യൗത്തിലിപ്പിക്കില്ല, ഭൂമിയിൽ വിളിക്കില്ല. 100% നാട് നീങ്ങും എന്റെ മക്കും പിള്ളിയെല്ലാം ഇപ്പൊ 1925 ഇസവിയിലുള്ള ഒരാളുമില്ല. ഈ ഞങ്ങളെ പള്ളി തെച്ചിന് പ്രതി ഒരു മനുഷ്യവും ഒരാളും അവിടെ കാണുകയില്ല. അണ്ട് ഞങ്ങളെ പേര് ചെല്ലണം, അത് പേരെ കൊത്തിക്കില്ല, നാളെ പേരെ കൊത്തിക്കൽ നാളെ നിങ്ങളുടെ നിന്റെ വാപ്പട വരുന്നേ നിന്റെ ഒരു പേര് ചെല്ലട അച്ഛടെ പേരെന്തേ ഒരു പേര് ചെല്ലട അച്ഛടെ പല പേര് ചെല്ലട 90% ആൾമാർക്കും അച്ഛടെ അപ്പട പേര് കൊത്തിക്കളി. നിങ്ങൾ അച്ഛനെ പാപ്പട പേര് കൊണ്ടുകൊണ്ടു പാപ്പട അച്ഛടെ പേര് കൊണ്ടുകൊണ്ട യക്ഷണം ആൾമാർക്കുമില്ല. അതുകൊണ്ട് പാപ്പട അച്ഛടെ അപ്പട പേര് കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഒരാളാണ് ചിലപ്പോ തങ്ങന്മാരും അങ്ങനെ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് പണ്ട താലിമ്യങ്ങളെല്ലാം ലഭിച്ചത് കൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രസന്റ് കൊണ്ടാണ് അങ്ങനെ ആരുടെ കൊണ്ടുണ്ട്, അങ്ങനെ എവിടെ ഇന്നലെ കൊണ്ടുണ്ട്, ഏത് ജാതി ധർമ്മത്തെ കൊണ്ടുണ്ട്, എന്തെങ്കിലും കൊണ്ടുണ്ടാകുക. ഞങ്ങളുടെ ചോര, ഞങ്ങളെ ബന്ധത്, ഞങ്ങളുടെ സംബന്ധത് തൊട്ടുമുള്ള മുറിയാത്ത ആൾമാറാണ്, തൊട്ടുമുള്ള മുറിയാത്ത ആൾമാറാണ്, ഞങ്ങളുടെ മുട്ടത്തെ സംബന്ധിമാണ്. എന്തെങ്കിലും ഒരു മാഹിക്കണ്ട അവിടെ പേര് ചെറിയ നിലപ്പില്ല. ഇതേ പരിസ്ഥിതിക്ക് നങ്ങുമായിട്ട് 100 വർഷം കഴിയപ്പെട്ട ഞങ്ങളുടെ പരിസ്ഥിതി പോണ്ടിലുള്ള യാത്രയ്ക്കല്ല റണ്ണികളുള്ള ബസ് സ്റ്റാൻഡിലുള്ള ബസ് സ്റ്റാൻഡ് ചെറിയതല്ല. ബസ് സ്റ്റാൻഡ് കൊറിയാൽ ബസ് പണ്ട് 10 പിന്നെ ഒന്നോ 2 3 4 5 6 ബസ് പണ്ട് കുമ്പത്തി പോണ്ട
ಅದೇ ಬಸ್ ಹುಡುಗ ಹೋಯ್ತು ಪಾಠ ರಿಟರ್ನ್ ಬಂದು ನೆಕ್ಸ್ಟ್ ಹೋಗ್ಬೋದು ಅದೇ ಬಸ್ ತಿಂಡಿ ಬರಿಯಾರು ಮಾಡ್ಬೋದು ಹಂಗೊಂಡು ಅದೇ ಬಸ್ ಪೇಪರ್ ರಿಟರ್ನ್ ಬಂದು ಪಾಠ ಹುಡುಗಿ ಇನ್ನೊರ್ಗ ಬಂದು வரும்போது அதே பஸ்ஸில் வந்து நீங்க என்ன சொல்லிட முடியும் தோடா போயிட்டு இருக்கிறாரு 24 ಗಂಟೆ போயிட்டு இருக்கிறாரு பஸ் இங்கே ஜீத்து வண்டிக்கிறார் அதே பஸ் ஒரே பஸ் குத்தி வண்டிக்கிறாரு ஆனால் பத்தி வண்டிக்கிறாங்க பள்ளிയുടെ പരിസരത്തുള്ള ആ മയ്യത്ത് കട്ടില് അതാണ് കൊറിയനാരെ സ്റ്റാൻഡ് ആവും തെലുങ്കിനാരെ ചിലങ്ങനെ കൊണ്ടുവന്നതിൻ്റെ ഒരു പണ്ട് ഒമ്പൊന്നര പള്ളിക്കാരികൾ പള്ളിയുടെ കബർസ്ഥാനത്തിൽ ആക്കി കൂട്ടുന്നത് പാടതവിടെ വേണിക്കള് ഒരേ ഒരു ടൈം കഴിഞ്ഞിട്ട് ഇന്നൊക്കെ കൊണ്ടുപോകുന്നത് അതേ ബസ് അത് ഇന്നൊക്കെ കൊണ്ടുപോകും അവിടെ ആളെ പിക്കപ്പാക്കിയിട്ട് വന്നിട്ട് പള്ളിയുടെ പാട്ട് ഒരേ നാൾ കഴിയുമ്പോൾ ഇന്നൊക്കെ കൊണ്ടാല് പിന്നെ വരാ മാർക്കറ്റ് വന്ന് പിക്കപ്പാക്കിയിട്ട് വന്നതിലൂടെ പുള്ളിയുടെ പരിസരത്തിലിട്ട് അതങ്ങനെ റണ്ണിങ്ങിലേക്ക് ഒരേ ബസ് സ്റ്റാൻഡിലൂടെ ബസ് ആളെ മാറുമ്പോൾ ബஸ் ஸ்டாண்ட்ல பாய் தங்கனைக்கும் போயிட்டு ஆறாமத்து வரங்களுக்கு ரொம்ப வந்தில்ல இந்த பிக்ஷுக்கடங்க பேங்கடங்க வாங்கி அந்த ஒரு இட்டி புகழ் போட்டார் ஒரு ஏடிகள் நம்ம பஸ் ஸ்டாண்டில் ಶಾಶ್ವತೆಯವರ ಅದು ಪರ್ಮನೆಂಟ್ ಇರ್ತೋಳ ಕಿಯಾಮತೋಳ ಗ್ಯಾರಂಟಿ ಇರ್ತೋಳ ഇതെന്തു നമ്മളതല്ലേ അപ്പോൾ ഇതെല്ലാം ചെറുപ്പം കാരണമായിട്ട് ഞങ്ങൾ പങ്ങളെ ഭരിച്ചു പോയതൊക്കെ മുമ്പുണ്ടാകുന്ന ഈ എങ്ങനെ ഉണ്ടാവുക ഒന്നെങ്കിലും ആലോചനക്കിടമാണ് നിന്റെ ദിവസത്തെ കിടാവോ ഉത്തരപ്പിത്തില്ല ഉള്ളിൽ കാളെ താട്ടിയിട്ട് കാളെ എവിടെ മുട്ടിയിട്ട് ഇടയ്ക്കിട്ട് മൂന്നത് ഉൾപ്പെട്ടുകൊണ്ട് കണ്ണ ഓടി എത്ര നീണ എന്തായിട്ട് മോനെ കുഞ്ഞെ ചെയ്ത് ഇറങ്ങി കുടിക്കണേണ് എന്നെങ്കിൽ ആർക്കുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോണ്ടേനാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഐസിയിൽ കിടക്കണ പരിചിത മണ്ണിൽ കിടാവോ ഉള്ളത്തിൽ കിടപ്പാടെ പറത്തേച്ചിട്ട് കാത്തേക്കിടനേണ് പിന്നെയും ചോറ് കൊണ്ട് കണ്ടെങ്കിൽ വെന്റിലേറ്റർ പാട്ട് ചാവുമ്പോഴും ഊണ് വേണ്ട ഉറക്ക വേണ്ട ഐസിയുടെ വെന്റിലേറ്ററിന്റെ കാത്തോണ്ടി കിടക്ക ഗളികളിൽ ഡോക്ടർ നോക്കണം എന്തായിട്ട് കിടാവ് എന്തായിട്ട് ഞങ്ങളുടെ അവസ്ഥ എങ്ങനല്ലേ എന്റെ പൂക്കളുടെ നടപ്പില്ല ഉറക്കട നടപ്പില്ല എന്തും നമുക്ക് വേണ്ട കിടാവുന്നു ഉഷാറായിട്ട് കിട്ടിയെങ്ങുമായി 9 വെന്റിലേറ്ററിൽ കിടക്കണ സന്ദർഭത്തിൽ കാത്തു കിടന്ന ബാപ്പ വെന്റിലേറ്ററിൽ സന്ദർഭത്തിൽ കാത്തു കിടന്ന അങ്ങനെ ബേജാറ് അങ്ങനെ പുറത്തൊക്കെ നിങ്ങൾക്ക് കാത്തിയേക്കാവുള്ള ബേജാറാവും ഉമ്മ മൂന്നത് ഉൾപ്പെട്ട് സഹിക്കുക പിന്നെ ഈ മൂന്നത് ഉൾപ്പെട്ട് സഹിക്കുക സാധ്യമില്ല ബാപ്പ പൂർത്തിട്ട് ചെയ്തപ്പെട്ടായിട്ട എന്നെ വേറെ നിനക്കാണ് പോകുന്നത് എന്തെങ്കിലും വലിയ മാരകമായിട്ട് അടിയായിട്ട് പോകുന്നുണ്ട് കണ്ടെന്ന് സഹിക്കാവുള്ള മനുഷ്യരെ കബുറുകൾ പർമനന്റായിട്ടുള്ള ജാലിയത് ഫസ്തനാളുടെ ബഹുമാനപ്പെട്ട അനുകരണത്തിൽ അലൈഹി വസ്സലാത്തു വസ്സലാം വന്നിട്ട് മറബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമാ ഇമാമുക വമാ ഇഖ്വാനുക ഇങ്ങനെ മലായികത്രങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ആളുമാർ അല്ലെങ്കിൽ നിങ്ങളുടെ പടച്ചവരാണ് അനുമതി പ്രകാരം വന്ന് കേട്ടപ്പോ അതിന് നിങ്ങൾ ഉത്തര ചന്ദ്രണ്ട് കണ്ടെങ്കിൽ അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി വൽ കഅബതു ഖിബ്ലതി വൽ ഖുർആനു ഇമാമി വൽ മുസ്ലിമൂന ഇഖ്വാനി നിന്റെ റബ്ബാണ് നിന്റെ റബ്ബ് അല്ലാഹു ചൊല്ലുക നിന്റെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് കണ്ടെങ്കിൽ നിന്റെ ഇമാം ഏത് നിന്റെ ഖുർആനായിട്ട് നിന്റെ ഇമാമിന്റെ ചൊല്ലുന്നത് കണ്ടെങ്കിൽ നിന്റെ ഖിബ്ലയുടെ കഅബായായിട്ട് ചൊല്ലുന്നത് കണ്ടെങ്കിൽ നിന്റെ സഹോദരന്മാർ ആരോട് കണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ നിന്റെ സഹോദരനാണ് ചൊല്ലുന്നത് കണ്ടെങ്കിൽ ചൊന്നെങ്കിൽ രക്ഷപ്പെടും ചൊല്ലുന്നത് കണ്ടെങ്കിൽ മനുഷ്യരെ പരീക്ഷ പണ്ട സന്ദർഭത്തില് എല്ലാവരുമായിട്ട് മക്കളിച്ച് വായ്പാട്ടാക്കിയത് പോലെ വായ്പാട്ടാക്കി എന്തുകൂടെ നിനക്ക് കണ്ടില്ല നീ പരിശുദ്ധ വായ്പാട്ടുള്ള ഉസ്താദിന്റെ റബ്ബാറുണ്ട് അമ്പാട് എല്ലാവർക്കും വായ്പാട്ടുള്ളതല്ലേ മനുഷ്യരെ നാളെ കബറിൽ ആ ചോദ്യത്തിന് ഉത്തരത്തിന്റെ പാടിയ പറഞ്ഞുകൊണ്ട് കണ്ടെങ്കിൽ നിന്റെ റബ്ബ് അല്ലാഹു ചൊല്ലുകൊണ്ട് കണ്ടെങ്കിൽ നിനക്കും നിന്റെ റബ്ബോട് പൊട്ടിയാൽ ലിങ്ക് വേണോ ആ സംബന്ധം വേണോ ആ സംബന്ധം നിനക്കുണ്ടാവുന്നത് നടപ്പാക്കുകയാണ്
നന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊല്ലോടെ കണ്ടെങ്കിൽ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും നൻകും ഒരു ലിങ്ക് വേണം. ആ ലിങ്ക് നിങ്ങളത് സമമുണ്ടാ കൊണ്ടുണ്ടല്ല ചെയ്യുന്നുണ്ടല്ലേ അത് സമമുണ്ടാ ആലോചനാക്കി നോക്കണമെന്നാണ്. നന്റെ കഅബ ഖിബ്ല നന്റെ ഖിബ്ല കഅബയായിട്ട് ചൊല്ലോട് കണ്ടെങ്കിൽ കഅബയിൽ നിന്റെ വോട്ട് ഇന്ന ബന്ധം ഉണ്ടല്ല സംബന്ധം ഉണ്ടല്ലേ അത് ക്ലിയർ ഉണ്ടാകുന്ന ആലോചനാക്കിയോളോ. അതേപോലെ നിന്റെ ഇമാം ഏത് ഖുർആൻ ഇമാം ഉണ്ട് ചൊല്ലുണ്ട് കണ്ടെങ്കിൽ ഖുർആനിൽ നിങ്ങൾ ഇവിടെ നിന്ന് ബന്ധ സമമുണ്ടാകുന്ന ആലോചനാക്കി നോക്കണമെന്നാണ്. അതേപോലെ നിന്റെ ഇഖ്വാനന്മാർ നിന്റെ സഹോദരന്മാർ ഈ ഭൂമിയിൽ നിന്ന് സകലമായ മുസ്ലിം ഉമ്മത്തിൻ്റെ ചൊല്ലോട് കണ്ടെങ്കിൽ ആ മുസ്ലിം ഉമ്മത്തിനോട്ട് എനിക്കും സംബന്ധം ഉണ്ടാകുന്ന ഉപയോഗിച്ചുള്ളതാണ്. വേണോ എത്ര കടാക്കിലേ കടറി കടയിട്ടപ്പോ തിരിച്ചുകൾ നാത്തന്റെ നാളെ തന്നെ നടക്കളി തന്നെ പിന്നെ തന്നെ ഇട്ടവർക്കവരുടെ കളിപ്പാട്ടാ. ഇപ്പുറത്ത് നോമ്പ് തുറപ്പാട്ട് കൊണ്ട പൈസ ഉണ്ടോ? ഉസ്താദുകൾ കൈമടക്കം കൊടുക്കുന്ന പൈസ ഉണ്ടോ? വേങ്ങുക്ക് വന്ന് കൊണ്ട് പൈസ കൊടുക്കൂടാ, പള്ളിക്ക് പൈസ കൊടുക്കൂടാ, ദർശക പള്ളി പൈസ കൊടുക്കൂടാ, അങ്ങനെയുള്ള പൈസ കൊടുക്കൂടാ. കടക്ക മാത്രം കൊടുത്തോണ്ടില്ല കട സന്തവാട്ടാണ്ട് എന്ത് കൊടുത്തിരുന്നത് കാര്യങ്ങളാ മനുഷ്യരെ. ചെറിയ വിഷയമല്ലാതെ സംബന്ധം കട ചെറിയ വിഷയന്തവല്ല. ഒരു നാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരു മയ്യത്ത് വന്നപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ചൊല്ലു യാ റസൂലല്ലാഹ് ഈ മയ്യത്തിന് മേൽ കടവുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കരിച്ചില്ല. ദൂരം നിന്നിട്ട് അങ്ങനെ സ്വഹാബത്ത് നിങ്ങൾ നിസ്കരിക്കണം നാളെ നിസ്കരിക്കില്ല. സ്വഹാബത്ത് കേൾക്കട്ടെ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാതെ മയ്യത്തിന് മേൽ ഞങ്ങൾ എങ്ങനെ നിസ്കരിക്കണം നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തആല ആ കടയുന്ന മനുഷ്യരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കുന്നതാണ് തയ്യാറല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കോപിക്കപ്പെട്ടവനായിരിക്കടാ. അല്ലാഹു ഇഷ്ടപ്പെട്ടവനല്ല. എന്ത് ഇബാദത്ത് എടുത്തിട്ടും ആക്കിയിട്ട് പോയി കൊടുക്കുന്ന സമയത്ത് കടച്ചോട് ബാക്കി വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ പടച്ചറപ്പവന്റെ വിവാദം അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹുവിന്റെ റഹ്മത്തോട് തടയപ്പെട്ടവനായിട്ട് കിടവണം. അല്ലാഹുവിന്റെ കരുണയില്ലാത്തവനായിട്ട് കിടവണം. അതുകൊണ്ട് കടത്തോണ്ട് മേൽ പടച്ചറപ്പ് ഇഷ്ടപ്പെടാത്ത അല്ലാഹു കോപിക്കട പോരോത റബ്ബ് റഹ്മത്തെ തടഞ്ഞു വീഴ്ച പോരോത ആളെ മേല് നാളെ മയ്യത്തിന് ശരിക്കട്ടെ നാളെ റബ്ബുടെ റഹ്മത്തല്ലേ തന്റെ കൊണ്ട് സാധ്യയില്ല. ചെന്നപ്പോ കുടുംബത്തോട് സഹാബി വന്ന് ചെറിയ ആ കടത്ത മേലാണ് ജവാനത്താരി നബിയെ, ആ കടത്ത നാണ് വീട് നബിയെ, ആ മയ്യത്തിന് മേലിന് കടലിന് നന്റെ കട നബിയെ നബിയെ മയ്യത്ത് നിസ്കരിക്കോ. ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കടത്ത ഏറ്റെടുത്തിൽ പിന്നെ നീട്ടിക്കടാ മയ്യത്തിന് മേലിൽ മയ്യത്ത് നിസ്കരിച്ചത്. ഇവിടങ്ങളെ മേലിന് ബന്ധം ഇത്ര മറന്നു നാളെ തന്നെ നാളെ കൊറിയൽ മറുള്ളത് എത്ര കടാക്കി എടുക്കുമ്പോഴത്തേക്കൊണ്ട് നീ ഇത് കൊടുക്കില്ല. കട കൂടെ ചേർന്നിട്ട് തന്റെ തറണ്ടിക്കൽ ഇന്ന ഡേറ്റ് എടുത്ത് ആ അള്ളാഹു അനുഗ്രഹിച്ച ചെന്നിട്ട് എടുത്തിട്ട് എന്റെ മൂസം ചെറിയ വിഷയം തന്നെ അള്ളാടെ കളിക്കണ്ട നീ സത്യത്തിന് പോകാറുണ്ട്. അള്ളത്ത് പാട്ടി കണ്ടല്ലോ അള്ള എത്തുപാട്ട് നടക്കുന്ന എത്തുപാട്ടി കണ്ടല്ലോ അള്ള എത്തുപാട്ട് നടക്കുന്ന തണ്ടടിക്കടി ഒരു സമയം അപ്പൊ കൊടുക്കുക പോയിട്ട് ബേജാറാക്കിയാണ്ട ഇന്നിന്നെ കഷ്ടത്തുള്ള പോയിട്ടല്ല. ഇത് തണ്ടയില്ല ഫോണാക്കി ഫോണെടുക്കല്ലോ കന്നഡ പോലെ വോട്ട് പിന്നെ തീരെ മുസലാക്കണം. നീ തീരെ കടിക്കണം ഇങ്ങനത്തെ കടത്തെ തീരെ മുസലാക്കുക. ബാക്കിയുള്ള സ്വലാക്കങ്ങളും വാരി നല്ലവണ്ണം ആയത്തിൽ നല്ല എല്ലാത്തും നല്ലവണ്ണം എന്ത് നല്ല എന്ത് കാര്യമാണ് എന്ത് തന്നെ എന്ത് കാര്യമാണ് അവനാ ചെറിയ വിഷയം. ദിവസത്തെ സഹോദര സഹോദരി സഹോദരന്മാർ ഖബർസ്ഥാനത്ത് കിടന്നിട്ടുള്ള സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടെങ്കിൽ വായ്പാട്ടാക്കുന്നത് ആ ഉള്ള സംബന്ധം നിങ്ങൾ ഒട്ടേക്ക് വേണം. അല്ലാഹുവിന്റെ സംബന്ധം ഞങ്ങളും പഠിപ്പാടി ഇവിടെ ഒട്ടേക്കുള്ള സംബന്ധം അത് കൈവിടെ കൂട്ടിയതാണ് അല്ലേ? ഞാൻ ഇന്നലെ പാക്കിയത് പോലെ
ഒരാൾമാർ ചെന്നിൽ നിന്നൊക്കെ നടക്കുന്ന നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരാൾമാർ ഈ മക്കളുടെ പിടക്കായി നല്ല മക്കളുള്ള പിടക്കായി പിടക്കിടാനുള്ള മക്കളുടെ നല്ല ഇതാട്ടോ ഇപ്പോൾ കാനേശ്വരമാണ് നല്ലങ്ങളെ മക്കളുടെ പിടക്കായിട്ടുള്ള നല്ല പരിചയം ചങ്ങായി കുറെ വർഷമായിട്ട് അവിടെ ആളുകളുണ്ട് നല്ലൊരു ഹാരിസായ ഒരു മുഖലിസായ നല്ല മനുഷ്യ ആ രാജ്യത്തിൽ ഹത്തീബായി സാധാരണ 10, 40, 45, 50 വർഷത്തിന് മുട്ടമുട്ടായി അയാളെ ശരിയാണ് പ്രായത്തിലുള്ള സബ്ജക്ട് ലോക്കൽ സബ്ജക്ട് ശരിയോ രണ്ടാണ് മക്കൾ ഞാൻ കൂട്ടുന്നുണ്ടെങ്കിൽ ഈ വർഷം വാതുപോയപ്പോ എന്റെ മക്കളെ അവസ്ഥ ഞാൻ ഈ മാമിക്കിടാളോ ആലോചിച്ചിട്ടാണ് എന്റെ മക്കളെ അവസ്ഥ എന്റെ മക്കളെ പലത്തുക മറന്നുപോയി മക്കളെ പലത്തുക മറന്നുപോയി നിസ്കാരത്തിൽ ഒന്നാമത്തെ സത്തു എല്ലാ വർഷവും ഹജ്ജിൽ എല്ലാ വർഷവും ഉമ്മത്ത് അല്ലെ എല്ലാ സത്കർമ്മങ്ങളാ മനുഷ്യരുടെ വാദ ഒന്നാമത്തെ സത്തുണ്ട് മക്കളെ അവസ്ഥ നിങ്ങളുടെ ബേജാറായി നിങ്ങളെ നമുക്ക് അങ്ങോട്ട് പേരിച്ചു പറയാം നിങ്ങളുടെ മീറ്റിംഗിടെ തറാവി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ 2 പാർട്ടികളുള്ള പള്ളികൾ വേണ്ട ഒന്നോ നിസ്കാരമുള്ള കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിന്റെ വാദം പറഞ്ഞു ചിലരെ കൊടുത്തിട്ടു ഞങ്ങളെ ആമീനുള്ള ചിലർക്ക് പിന്നെ ഒരു പാർട്ടി സലാം വീണ്ടും പുസ്തകത്തിൽ ഓട്ടാണ് എത്തിയിട്ടായി തോന്നി രണ്ടാമത്തെ സലാം കൂടെ വീണ്ടും വീണ്ടും തോന്നിട്ട് നിങ്ങൾ നിസ്കാരത്തിൽ സലാം വീട്ടോണായി രണ്ട് സലാം വീട്ടിൽ 2 വട്ടം തിരിഞ്ഞു നോക്കില്ല മൂന്നാമത്തെ വട്ടം സലാം വീട്ടേണ്ട കാല് സലാം വീട്ടാണ്ട് നേരെ തിരിഞ്ഞു നോക്കണം വടത്തെ ഭാഗത്ത് ഇടത്തെ ഭാഗത്ത് സലാം ചൊല്ലും മൂന്നാമതൊന്ന് സലാം ചെല്ലാണ്ടൊന്ന് തിരിഞ്ഞു നോക്കും എന്ത് കിട്ടുന്നെങ്കിൽ ആ വോട്ടറുകളുടെ കൂട്ടത്തിൽ നിന്റെ മോറുകളാണ് വോട്ടറോട് പാർട്ടിയുണ്ടല്ലോ വോട്ടർ പാർട്ടി ആ വോട്ടർ പാർട്ടി നിന്റെ മോറുകളാണ് കണ്ടെങ്കിൽ അവന് ഓടിയോണ്ടേക്കു നിന്റെ മയ്യത്ത് വെച്ച് ഓടിയോണ്ടേക്കു നിന്റെ ദഫനാക്കി അവന് ഓടിയോണ്ടേക്കു ദുനിയാവോ ആഹ്ലത്തോ ആ വോട്ടറുകളെ കൂട്ടത്തിൽ നിന്റെ മോറുകളാണ് കുട്ടി പിടിച്ചിട്ട് അപ്പം വെക്കുമ്പോൾ ദൈവപ്പാട്ടില്ല ഇന്ന് തിരിപ്പിട്ടാവുക തീരാ നിന്റെ ഒട്ടേക്ക് പള്ളിക്ക് പറഞ്ഞു എന്റെ ഒട്ടേക്ക് മൗത്ത് കൊടുക്കും ഇത് മക്കൾ ഇവിടെ പാട്ട് കൊടുക്കണായി എന്തെങ്കിലും നാളെ ബന്ധം മുറിഞ്ഞു പോകുന്നത് ഇല്ലാണ്ടായി പോകുന്നു ഞങ്ങൾ മരിച്ചാൽ പിന്നെ ചെന്നല്ലേ ഏതോ പൈയുടെ കൂട്ടിയതുപോലെ നിങ്ങൾ പയ്യ പൂച്ചമ്മ നായ ആട ചത്ത നാളോട് പോയിട്ട് കബുതമുട്ട അവിടെ ചിന്തിക്കണേ അല്ലാതെ ബാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ മേവും ഞങ്ങളെ പരിസ്ഥിതി നായുടെയും പൈയുടെയും പൂപ്പയുടെ പൂത്തതുപോലെ അവളെ പരിസ്ഥിതി നോക്കുക ആളിക്കല്ലേ നമ്മളെ മക്ക വേണേ إذا مات الإنسان انقطع عمله إلا من ثلاث صدقة جارية وولد وعلم وولد صالح وعلم ينتفع به മരിച്ചൽ പിന്നെ ഉപകാരം കിട്ടുന്ന 3 മക്കൾ ഒന്നുണ്ടല്ല നിനക്ക് വേണമായിട്ട് ദുആ നിന്റെ മക്ക നേരെ ചൊല്ല റസൂലേ നീ മരിച്ചൽ പിന്നെ നിന്റെ മക്ക ദുആ നീ ഒരു നാളെ ആലോചനാക്കിയതാണ് മരിച്ചത് നിന്റെ മക്കളുടെ പെരുന്നാളുടെ സുന്ദരമായ നാളിടന്റെ ഹബീബ് ഉസ്താദ് കുർബോദില്ലായ പിന്നെ ഉപദേശം ചെന്നിട്ട് അല്ലാഹുവേ കുടുംബത്തിൽ മരിച്ച പോയി മകൾക്ക് മറക്കെ കൊടുക്കണം ആമീൻ ചൊല്ലുക നിന്റെ മക്കൾക്ക് അതുകൊണ്ട് എല്ലാ വെള്ളിയാസരണ്ടും കനിഷ്ഠപക്ഷ ഈ ജമാഅത്തിൽ ചെല്ലുന്നുണ്ടല്ലേ അത് വെറുതെ കളിക്കുക വേണ്ട അല്ലാഹു തആല ഫറളാക്കിയതല്ലാതെ പ്രധാനപ്പെട്ട കുറെ വിഷയം നടക്കുന്നത് എല്ലാവരും സംഘടിതമായിട്ട് ഒട്ടായിട്ട് കിടക്കണം നിങ്ങൾ സിംഗിൾ എപ്പോഴാവില്ല ഒക്കമാത്ര സിംഗിൾ ദുനിയാവോടും ആഹ്റത്തുമായിട്ട് നിങ്ങൾ ഒറ്റയാവുക സിംഗിൾ അവിടെ ഒക്ക മാത്രം ദുനിയാവോടും ആഹ്റത്തുമായിട്ട് നിങ്ങൾ ഒറ്റയാവിടെ ഇപ്പോ ഒക്ക മാത്രം സിംഗിളോട് എല്ലാം നിങ്ങളൊട്ടിക്ക് നീ നിന്റെ ഉമ്മയുടെ ഗർഭകോശത്തിരിക്കുന്ന സന്ദർഭത്തിൽ നീ ഉമ്മയുടെ ഒട്ടിക്ക് ഉമ്മ നിന്റെ ഒട്ടിക്ക് ഉമ്മയുടെ ഗർഭകോശത്തിൽ നിന്ന് പുറത്ത് വന്ന പുറത്ത് നീ ഉമ്മയുടെ ഒട്ടിക്ക് ആയ സമുദായത്തെ ഒട്ടിക്ക് ശരിയാണ് നിന്റെ ചുറ്റുഭാഗത്തിൽ ആളിക്കിടറ് നീ സ്കൂൾ മദ്രസത്തിൽ പഠിക്കണ സന്ദർഭത്തിൽ ആളിക്കിടറ് ആളൊട്ടിക്കപ്പോഴോളൂ ഔത്തലിക്കുമ്പത്ത് ഉമ്മാളെ ഒട്ടിക്ക് കിടന്നെയാണ് മങ്ങിലായപ്പോ പിന്നീട് ഒട്ടിക്ക് പിന്നെ മക്കളെ ഒട്ടിക്ക് നീ കൂട്ടത്തെ ഒട്ടിക്കുള്ള നീ സിംഗളല്ല വയസ്സായിട്ട് മൂലകുള്ള സന്ദർഭത്തിൽ നീ സിംഗളല്ല നിന്റെ ചുറ്റുഭാഗത്തിൽ നിന്റെ നോക്കുക ആളിക്കിടറ്
ICU സന്ദർഭത്തിൽ വെന്റിലേറ്ററിലുള്ള സന്ദർഭത്തിൽ നീ സിംഗളല്ല നിന്ന് നോക്കും പരിചാരകന്മാർ ഡോക്ടർമാർ നഴ്സുമാരെങ്കിലും നിങ്ങളുടെ ഒട്ടകേക്കളാണ് സിംഗളല്ലാണ് നിന്റെ റൂഹോയപ്പോ നിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ അവധിയെത്തിയപ്പോ പടച്ചറപ്പ് നിന്റെ റൂഹ് പിടിച്ചെങ്ങും നീ മയ്യത്തായിട്ട് കിടക്കുമ്പോൾ നീ സിംഗളല്ല നിന്റെ ചുറ്റുഭാഗത്ത് ആളി കിടറപ്പോഴും നിന്റെ കുളിപ്പാട്ടും നിന്റെ മേലും മൈക്കഫനാകുമ്പോൾ നിന്റെ മേലും മയ്യത്തിൽ നിസ്കരിക്കുമ്പോൾ ആ മയ്യത്തെ പള്ളിക്ക് പോകുമ്പോൾ നിന്റെ ആളി കിടറ അതിൽ പിന്നെ പവറസാനങ്ങൾ ദഫനാകുമ്പോൾ നിന്റെ ഒട്ടിക ആളി കിടറ മുടുകല്ല് വെച്ച് മീസാനുകളിൽ കുത്തിവെക്കുമ്പോഴത്തേക്കും നിന്റെ ഒട്ടിക ആളി കിടറ നാളെ ആഖിറത്തിൽ മഹ്ശറത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രണ്ടാമത്തെ ഊതിയപ്പോ അപ്പോഴും നിന്റെ ഒട്ടിക ആളി കിട നീ സിംഗളല്ല മഹ്ശറത്തിൽ എത്തിയപ്പോ നിന്റെ ഒട്ടിക ആളി കിടറ ഹിസാബിടെ ജാഗിലും നിന്റെ ഒട്ടിക ആളി കിടറ മീസാനും നിന്റെ ഒട്ടിക ആളി കിടറ സ്വർഗത്തുക്ക് പോണ്ടെങ്കിൽ അവിടെയും നിന്റെ ഒട്ടിക ആളി കിടറ നരകത്തുക്ക് പോണ്ടെങ്കിൽ അവിടെയും നിന്റെ ഒട്ടിക ആളി കിടറ നീ സിംഗളല്ല അതുപോലെ عثمان بن عفان رضي الله عنه وفي خد عثمان من الخلفاء خطان صادان من بكائي عثمان بن عفان رضي الله تعالى പുൽപുട്ട് കണ്ണിലിട്ട് തണ്ണി പോയിട്ട് കറുത്ത ലൈന പോകട്ടിട്ട് ചരിത്രപടി പാട്ട് എന്ത് കേട്ട് കേട്ടപ്പോ സഹാബത്തേക്ക് കഴിയാ എന്തുകളെ ഈ നമുക്ക് പുൽപുട്ടുകൊണ്ടുള്ളത് എന്ത് പേടിയായോണ്ടുള്ളത് അവരുടെ വിസയെ ചൊല്ലുമ്പോൾ നിങ്ങൾ യാറെ പുൽപുള്ളത് കാണ്ട് മഷരുടെ വിഷയത്തിൽ നിങ്ങൾക്ക് വില ചിന്തയില്ല സ്വർഗത്തെ നരകത്തെ വിഷയത്തിൽ ചിന്തയില്ല മരണത്തെ വിഷയത്തിൽ നിങ്ങൾക്ക് ചിന്തയില്ല അവരുടെ വിഷയത്തിൽ എന്ത് നിങ്ങൾ പുൽപുട്ടേണ്ട കേട്ടപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ചൊല്ലത് വാ സഹാബ ഇൻ കുന്തു ഫിദ്ദുനിയാ കുന്തു മഅന്നാസ് ദുനിയാവിൽ കൊണ്ടുവന്ന ആൾ മാറപ്പെട്ടുകയില്ല വൈൻ കുന്തു ഫിൽ മഹ്ശരി കുന്തു മഅന്നാസ് മഹ്ശറിലെ സന്ദർഭത്തിൽ ആൾ മാറപ്പെട്ടുകയില്ല വൈൻ കുന്തു ഫിന്നാർ കുന്തു മഅന്നാസ് നരകത്തിൽ പോണ്ട സന്ദർഭത്തിലാണ് സിംഗളല്ലെന്നൊക്കെ പിന്നെ ഒരു പേടിയില്ല ബേജാറില്ല എന്ത് ജനമെങ്കിൽ നന്റെ പോലെ നരകത്തിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് നന്റെ പോലെ എത്രമോ കോട്ടിക്കണക്കിന് ആളുമാർ അതുകൊണ്ട് ഖബർ മഹ്ശറുടെ വിഷയത്തിലും അതേപോലെ നരകത്തിന്റെ വിഷയത്തിലും നമുക്ക് വലിയ ചിന്തയില്ല സ്വർഗത്തിൽ പോയ നന്റെ ഒട്ടിക ആളിക്കിടറ് എല്ലാ സന്ദർഭത്തിലും നന്റെ ഒട്ടിക ആളിക്കിടറ് ഖബറിലിരുത്തിയെങ്കാ നന്റെ ഒട്ടിക ആർക്കില്ലല്ലോ നാളെ ഏകാന്തമായിട്ട് കിടക്കണ്ടേ അല്ലേ നമ്മൾ സിംഗിൾ അവിടെ ജാഗ ഖബറിൽ മാത്രം അവിടെ സിംഗിൾ അവിടെ നരകത്തിന് കൊണ്ടേ എവിടെ കൊണ്ടേ ഒട്ടിക്കുമേ ആളിക്കിടക്കുക ഞങ്ങൾ മനുഷ്യന്മാർ ഒട്ടിക്കുന്ന ടച്ച് നിങ്ങൾക്ക് മുറിയില്ല ഖബറുകളോട് കൂടെ സിംഗിൾ കിടക്കണം ആറുമില്ല എല്ലാ ഭാഗവും അപ്പുറത്ത് നോക്കുമ്പോൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ മേളും നോക്കുമ്പോൾ നോക്കുമ്പോൾ ഇല്ല ഫുൾ ബന്ദ് 6 ഭാഗവും ബന്ദ് ഇടവും വളവും അതേപോലെ കീഴും മേളും അതേപോലെ എല്ലാ ഭാഗവും 6 ഭാഗവും എതിരും എല്ലാ ബന്ദ് ജനക്ക് കള്ളിട്ട് ചാപ്പി വെച്ചിട്ട് മേളിൽ തണ്ണി വീട്ടിട്ട് അതേപോലെ കള്ളല വെച്ചിട്ട് വേപ്പം കാത്തതുപോലെ ഫുൾ സിംഗിൾ ആയിട്ട് കിടക്കണം എത്ര നാളായിട്ട് 1,500 വർഷമായിട്ട് കിടക്കൊക്കെ തുടങ്ങി അല്ലെ ഞങ്ങൾ ജുമാത്തുകളുടെ പരിസരത്തിൽ കിടക്കൊക്കെ തുടങ്ങിയിട്ട് 1,500 വർഷമായി കിടപ്പാട്ടി കൊണ്ടുള്ള ഒരാളെ പിടിച്ചുകൊണ്ടില്ല ഒരാളെ വളർത്തിയോട്ടില്ല കിടപ്പാട്ടിന്റെ ചെന്നിട്ട് മഷറത്തെ പാർസലായിട്ട് കണ്ടേ വന്നായിട്ട് പാക്കായിട്ട് സീലിട്ടിട്ടായിട്ട് എന്തിനാ ഞങ്ങൾ ഓൺലൈനിൽ ഐറ്റംസ് ഉണ്ടാവും അങ്ങനെ തന്നെ കഫനാക്കിയിട്ട് കെട്ടുവെച്ചിട്ട് ഇങ്ങനെല്ലാം പോയിട്ട് പാർസൽ സബറുടെ മനുഷ്യരുടെ പാർസലായിട്ട് അപ്പുറപ്പുറ പോയി രോഗി തീരാ ചെന്നിട്ട് എല്ലാ ഭാഗവും ബന്ധാക്കിട്ട് കള്ള് കഴിച്ചിട്ട് കട്ടിയാക്കി വെച്ചിട്ട് മണ്ണിട്ട് വന്നതാ അങ്ങനെ കടത്തി വിട്ടത് റിട്ടേൺ എടുക്കും പോലെയില്ല നന്റെ ഡിസൈൻ ചെല്ലുള്ള ഞങ്ങളുടെ ഡിസൈൻ ചെല്ലല്ല നന്റെ ഞങ്ങൾ അങ്ങനത്തെ അവർ ജാഗയിൽ പോകണ്ടേ അന്നങ്ങ മരിച്ചങ്ങളെ നടപ്പാക്കണമല്ല ഞങ്ങളെ മരണത്തെ
മരിച്ചെങ്ങനെ പോയില്ല. ഞങ്ങളുടെ മരണത്തെ ഞങ്ങൾ പാർപ്പണായ എന്ത് ചെന്ന് കേട്ടെങ്കിൽ ഓരോരുത്തർ മജിലിസ് എന്ത് കണ്ട് തരികണം. ഉറുസ് നടക്കുന്നത്, മൗലിദ് നടക്കുന്നത്, അതേപോലെ സിൽസില നടക്കുന്നത്, അതേപോലെ മജ്ലിസ് നടക്കുന്നത്, ബദ്ർ മൗലിദ് നടക്കുന്നത്. ഇതെല്ലാം മനുഷ്യനെ കൂടുന്നു. ഇപ്പൊ കൊറിയാൽ വളരെ ദൂരാക്കുന്നു നോക്കി ഇതെന്തില്ല അതെന്തും വേണ്ട ദൂരാക്കുന്നു നോക്കണല്ല. ഞങ്ങൾ കൂട്ടുക നോക്കണായ കൂടി എത്ര ചാൻസ് കൂട്ടതല്ല ഭാഗ്യത്. ഈ ജമാഅത്ത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് ശറഅക്കിടങ്കിൽ സുന്നത്താക്കിയ ഒരു റക്അത്തിന് ഒരു വക്ത് നിസ്കാരം സിംഗിൾ ആയിട്ട് നിസ്കരിക്കണ കാണാണ്. പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് എത്രമോ പ്രതിഫലമുള്ളത്. ആ നിസ്കാരത്തിൽ നിസ്കരിച്ച സമാപനം പിന്നെ നിസ്കരിച്ച സമാപനം സ്വീകരിച്ച് കൂലി ആയ പള്ളിയിൽ നിസ്കരിച്ചെന്റെ എത്രയോ പ്രതിഫലയാണ്. എന്ത് യാർ എന്ത് സ്വറാക്കിയാൽ ഔത്ത് നിസ്കരിക്കണ 4 റക്അത്ത് നിസ്കരിച്ചെങ്കിൽ പള്ളി വന്ന് 8 റക്അത്ത് നിസ്കരിക്കലുണ്ടാകുന്നില്ല. ഔത്ത് നിസ്കരിക്കണ അത്രമേലും കൂടെ നിസ്കരിച്ച് കൂടെ കൂലി ആകാൻ അത് എന്ത് ചെയ്യാൻ കൂടെ ജമാഅത്തായിട്ട് വേറെ ഒരു ജഗമായി ഔത്തില് ഒരു 10 ആൾ കൂടി നിസ്കരിക്കണേ അപ്പോഴും കൂലിയാകാൻ. അപ്പോഴും വല്ലാമത് പള്ളിയുടെ മഹത്വം വേറെ വിഷയമാണ്. ഔത്തിലെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കൂലിയാകാം. പിന്നെന്തേ കൂട്ടം കൂടിയില്ല. ഒട്ടാവിടെ മേൽ മനുഷ്യന്മാർ ഒട്ടു സംഘടിതമാക്കിക്കുന്നത് മനുഷ്യന്മാർ அதுக்கு வேற ஒட்டிಗೆ ಕುಡಿಯಲ್ಲೇನೇನು ತೋಳ್ಗು ತೋಳು ಸೇರ್ಪಾಟ ಕಾಳು ತಾಂಡಿಟ್ಟು ಅತ್ತೆಯಾದ ಹೋಗುತ್ತದು ನಿಂದ ಪಾಪಗಾയിട്ട് ഇതിന്റെ കാള് താണ്ടി ചിലപ്പോ നിന്റെ രാജാവുകായിട്ട് ഇതിന്റെ കാള് താണ്ടി ചിലപ്പോ അവിടെ അങ്ങനത്തെ ബിസേസേ പത്ത് മൂത്ത് നിന്റെ പാപ്പൊക്കെ ചോദ്യത്തിൽ കണ്ടെന്നുണ്ടോ ദുനിയാവുള്ള ആഹ്ലത്തിൽ നിൽക്കുന്ന ആഹ്ലത്തിൽ നിറണ്ടത് പള്ളിയിൽ നിൽക്കുന്ന പാപ്പടത്തെ കാളുകൾ നിന്റെ കാള് താണ്ടിട്ട് കണ്ടെങ്കിൽ അവിടെ നിന്നും ശിക്ഷയില്ല. അത് വലിയ ബിസിയാണ്. അത് മാത്രമല്ല ആലോചന ബിസിയാണ്. ഈ ജമാഅത്ത് ചെറുത് ചെറിയ വിശേഷമുള്ള ഒട്ടാവിടെ ചെന്നെങ്കിൽ ജുമുഅ വാർത്ത ബാക്കി എന്നാളും നിങ്ങൾ പോയില്ലാണ്ട് കണ്ടെങ്കിൽ ആ വാർത്ത ഒരു ജുമുഅ നടക്കുന്ന കട്ടായിട്ട് പള്ളിയെ പോയിട്ട് നിങ്ങൾ ഒട്ടാവും. അത് ഔത്തുമാവില്ല. പള്ളിയിലെ ജുമുഅ നിസ്കാരം എന്തേ അപ്പോൾ ബലിഷ്ഠമായിട്ടുള്ള ശക്തി നിങ്ങൾ നിങ്ങൾ ഒട്ടാവിടുന്ന അവിടെ നീ നോക്കൂ. ചിലപ്പോ നിന്റെ ഇളവണോ നിന്റെ മൂത്തോണോ നിന്റെ നിരക്കരടങ്ങളെ പൊട്ടിയ ജാഗ്രത വിഷയത്തിലെ തകരാറ്, എറുടെ വിഷയത്തിലെ തകരാറ്, വ്യവഹാരത്തെ വിഷയത്തിലെ തകരാറ്, പെണ്ണുങ്ങളെ ചാടിപ്പസാദ് ആയിട്ട് കൗതുകത്തിലെ കുടുംബത്തിലെ തകരാറ്, കണ്ടെങ്കാവാത്ത ഒരു മനുഷ്യമുള്ളതിന് നീ കിട്ടിയങ്ങളുടെ കോളർ പിടിച്ച് അടിക്കു കൊടുക്കാത്തോണ്ടുള്ള അല്ലെങ്കിൽ നിന്റെ കോളർ പിടിച്ചിട്ട് അടിക്കു കൊടുക്കാത്തോണ്ടുള്ള നിന്റെ മർഡറാക്കു കൊടുക്കാത്തോണ്ടുള്ള അത്രയും ഒരു ശത്രുവായ മനുഷ്യ നീന പള്ളി നിസ്കരിക്കുക വേണമായിട്ട് കൈ കെട്ടി പറഞ്ഞത് പിന്നെ വന്നത് അവളോട് കണ്ടെങ്കിൽ നിന്റെ ഒട്ടിಗೆ മേദിക്കടാവണം. ഭർത്തമൂത്ത് കിട്ടിയെങ്കിൽ പിടിച്ച് കൊടുത്തിടാൻ സന്തോഷമുണ്ട്. അപ്പൊ വന്ന് ഒട്ടിക്കുന്നത് കുഞ്ഞി താണ്ടികൾ കാളുകൾ താണ്ടികൾ ഒരു കേസിലില്ല. ഭർത്ത പോയിട്ട് അമിട്ട് പഠന പോലെ കത്തി പിടിക്കുന്ന രണ്ടാളും നിക്കൊള്ളു നിന്റെ അല്ലേ ഇത്ര ശത്രുടങ്ങൾ കണ്ടോകാവാത്തവണ്ണം അവണ് നിങ്ങളെ കണക്ക് പിന്നെ വന്നെങ്കിൽ ഞങ്ങളെ ഒട്ടിക്ക് ഒരു തകരാറും ദ്വാരങ്ങളുടെ പറത്തിട്ടോളാം. അപ്പൊ നിന്റെ മേലെ പകയില്ല, നിന്റെ മേലെ ആശയില്ല. അതൊന്നും ഉടയുടെയും പിന്നെ അവിടെ കൊണ്ടുണ്ട അവസ്ഥ എതിരുള്ള അപ്പുറത്തെ കബറും എന്റെ ശത്രുതായിട്ട് ഇപ്പുറത്തെ കടൽ എതിർ നടുവും ചെറിയൊരു ഓർപ്പിട്ടും അതിൽ മാത്രം ഇപ്പുറത്ത് എന്റെ എന്ത് ആലോചന ആ പള്ളിക്ക് സമയത്ത് അല്ലേ ലേറ്റായിട്ടാണ് കൈ സമമുണ്ട്, കാള സമമുണ്ട്, രോഗമില്ല, ഷുഗറില്ല, പ്രഷറില്ല, എന്തും പ്രോബ്ലം ഇല്ല. പണ്ടത്തില്ലേ ആളുടെ ഉള്ളത് അവന് ചുമ്മാത്ത വെണ്ടമിട്ട് പതുക്കാമത്തെ സ്വലാത്തുള്ളത് കേൾക്കരുത്. അവൻ്റെ കിച്ചണച്ച് കേൾക്കരുത്. അതിൽ പിന്നെ പള്ളിക്ക് ചുമ്മാത്ത കൊണ്ട് പണ്ടേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ജനത്തു ഊർ ഓട്ടം ഒരു സീക്ക സർക്കാരില്ല മറന്നുകൂടി കൂടിക്കൂടില്ല. ജഗത്താക്കുന്ന പള്ളിയുടെ ഓട് പള്ളിക്ക് വേഗം വരണം. പള്ളിയുടെ ലേറ്റായിട്ട് പോകണം. വേറെ പണിയില്ലെങ്കിൽ എന്ത് ചെറുത ജുമുഅ നിസ്കാര കഴിഞ്ഞാൽ പിന്നെ
ഞങ്ങൾ ഈ കൂട്ടത്തിൽ എന്ത് കേൾക്കണം ഞങ്ങളെ കൽപ്പം നൽകാവുന്ന വേണമായിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ 6 ഒരാളുണ്ട് അപ്പം എത്തന്റെ ഓരോരുത്തർ കൂടുമ്പോൾ വയസ്സങ്ങളുള്ളത് ആ കൂട്ടത്തില് കൂട്ടങ്ങളെ കൂട്ടത്തിൽ ചെറിയ ചെറിയ മക്കളുള്ളത് മക്കൾ ചെറിയ ചെറിയ എന്തും അല്ലേ ആരുടെ പൂർണ്ണമായിട്ടും വെളുത്തിട്ടുള്ളവർ ഡോക്ടർ സമയത്തില്ലാതെ പടച്ചവർക്ക് ആ മക്കളെ ഉമ്മക്കും പാപ്പക്കും ഉപകരിക്കണം ആവുളും സന്തോഷം കൊടുക്കണം മക്കളെ കൂടുതൽ നീ ഉൾപ്പെടുത്തണം വരാനെ മക്ക ഉള്ളത് രോഗ്യന്മാരുള്ളത് വീട് രൂപത്തിൽ പ്രശ്നമുള്ള സമസ്യ ഉള്ളത് പാവത്തങ്ങളുള്ളത് എല്ലാവരും പഴയതുള്ളത് അതിൽ എത്രമോ ആൾമാർ ഉത്തരക്കേണ്ട ആൾമാർ ചിലപ്പോൾ ദോഷിയായിട്ട് പള്ളിക്ക് വേണ്ട അവന് ഒരു നല്ല അടക്കേണ്ടി മരിച്ചവർ അവൻ ഹോസ്പിറ്റലിൽ കിടന്നുള്ള സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലുള്ള അവിടെ പോയിട്ട് അവള് ദ്വാരുന്നെങ്കിൽ ആ രോഗിയായ കാരണത്തിൽ കൊടുക്കൂ. സുമാറായിട്ട് കാണണ്ട ആരെയും സുമാറായിട്ട് കാണണ്ട. ആരും സുമാറുമല്ല, ആരും നല്ലവണ്ണല്ല. നാളെ എപ്പോഴും പേരിക്കണത് നാളെ 5 നിസ്കരിക്കട സ്വറാക്കട അപ്പൊ നാളെ തൊണ്ടരുന്നില്ല. അവന് പള്ളിക്ക് പറയാറുണ്ട് അവർക്ക് സുമാറായി നീ നയിക്കുന്ന ചിലപ്പോൾ അതുകൊണ്ട് ആരെ നീ സുമാറാക്കാണ്. നീ നിന്റെ സ്വന്തം ശരീരത്തെ സുമാറാക്കി നന്റെ ജന്തു മയ്യാവല നന്റെ ജന്തു അല്ല. അപ്പോ ഈ വെള്ളിയാഴ്ച കൂടിയിട്ട് കേവല നിസ്കാരത്തിന് മാത്രമല്ല കൂടത് ജുമാ നിസ്കാരത്തിൽ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ഒരു അതിൽ പിന്നെ രണ്ടാമത്തെ കിടപ്പോ അള്ളാഹു ഭാഗ്യം മരിക്കുന്ന മരിക്കട ചിരി ബിസി എന്നതല്ല. الفاتحة فاتحة جنر الكتاب പരിശുദ്ധ ഖുർആൻ 136 സൂറത്തുണ്ട്. 6236 ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിലെ. ഈ എല്ലാ സൂറത്തും ആയത്തും പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഉമ്മുൽ കിതാബ് എന്ന പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ ഉമ്മയായിട്ട് ആ കിതാബിലെ ഖുർആനിലെ ഉമ്മ ഫാത്തിഹ അത് ഓർക്കോ. അതിൽ പിന്നെ എത്രപ്പെട്ട ഓതിയത് എത്രപ്പെട്ട അത് 3 വട്ടം. എന്റെ നാളെ തുടങ്ങുന്നത് 3 വട്ടം. ഉസ്താദുമാർ മരിച്ചോടും ഏത് സന്ദർഭത്തിലും 3 വട്ടം. സൂറത്തുൽ ഫാത്തിഹ നമ്പർ 1 സ്ഥാനത്തുള്ളത് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അത്ര പവിത്രയില്ല, സ്ഥാനമില്ല. വലിയ സ്ഥാനം ഫാത്തിഹത്തിന്. ഫാത്തിഹ എത്ര വട്ടം ഓതേ? ഇത്ര ഇത്ര സ്ഥാനം ഇല്ലാത്ത അത് 3 വട്ടം. ഇത് ഓർക്കുക. അത് 3 വട്ടം. ഇതല്ലേ ആരോ 3 വട്ടം കണക്കുള്ളത്. അതിന്റെ അത് 3 വട്ടം. അത് ഇത് ഓർക്കേണ്ടത് യാർ പവിത്രത്തിന്റെ ഖുർആനുടെ സൂറത്തിന്റെ ഉമ്മ ചന്ദ്ര പടിപ്പാട്ടി അതിന്റെ ഒടുക്കവത്തിൽ അതിന്റെ 3 വട്ടം കാരണം കൂലി കുറവുള്ളത് 3 കൂലി ആറുള്ളത് അങ്ങനെ അതിന്റെ കാരണം ഇതിന്റെ മഹത്വം അങ്ങനെ അതിന് വേറൊരു മഹത്വം. ഒന്നാമത്തെ നിങ്ങൾ കേട്ടത് സൂറത്ത് ഓതിയെങ്കിൽ 10 ജുസ് ഓതിയ കൂലി കിട്ടി. 3 വട്ടം ഓതിയെങ്കിൽ ഒരു ഹത്ത ഓതിയ കൂലി കിട്ടി. ഒരു ഹത്ത ഓതിയ കൂലി കിട്ടി. അപ്പൊ നിന്റെ മോണോ പള്ളി വിളിച്ചിട്ട് നാം നിങ്ങൾ പള്ളി വിളിച്ചിട്ട് അത് മാത്രമല്ല എല്ലാ ശനിയാസരണ്ടും മസ്ജിദുൽ ഖുബാക്ക് പോയോണ്ട് സിയാറത്തിൽ പോയോണ്ട് ബുഖാരി മുസ്ലിം റിപ്പോർട്ടാക്കുന്നത് എല്ലാ ശനിയാസരണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഖുബാക്ക് സിയാറത്താക്കിയിട്ടുണ്ട്. ആ ഹദീസിൽ വീണ്ടും നമ്മുടെ കാണാൻ 1.5 തിങ്കൾ മുന്നോട്ട് നാണോ പോയത് എപ്പോഴും നാണോ മസ്ജിദുൽ ഖുബായുടെ മതിലുകൾ കല്ലിങ്ങനെ എത്തനടി എഴുതി വെച്ചത് അല്ലാഹുവിന്റെ റസൂൽ ഈ പള്ളിക്ക് മസ്ജിദുൽ ഖുബാഗ് എല്ലാ ശനിയാസരണ്ടും സിയാറത്താക്കിയിട്ട് വന്നുകൊണ്ടിട്ടുണ്ട്. എന്നിട്ട്
മദീനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനത്തിൽ പോയപ്പോ ഫസ്റ്റ് ഒട്ടകം മുട്ടുകുത്തിയ ജാഗിള ഫസ്റ്റ് കിട്ടിയ പള്ളിയായിട്ട് മസ്ജിദുൽ ഖുബാ ആ സ്വഹാബി അഞ്ചു നിസ്കാരത്തിലുണ്ട് ഖുൽഹുവല്ലാഹു അഹദ് ചെല്ല സൂറത്ത് ഓതുന്ന പതിവ് ഫാത്തിഹ ഓതി പിന്നെ ഖുൽഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ഈ സൂറത്ത് ഓതി സൂറത്ത് ഫസ്റ്റ് ജനറക്കാത്തില് ഓരോ റകഅത്തിൽ മൂന്ന് സൂറത്ത് നാളെ ഞങ്ങൾ എങ്ങനെ ഓതുരെ ഫാത്തിഹ ഓതുരെ പിന്നെ ഒന്ന് ഖുൽഹുവല്ലാഹു ആയിട്ടില്ല ഖുൽഹു ബിന്നാസ് ആയിട്ടില്ല സബീസ്മായിട്ടില്ല വേറെ സൂറത്ത് ഒരു സൂറത്ത് ഓതുരെ അയാൾ അങ്ങനല്ല അയാൾ മൂന്ന് സൂറത്ത് ഓതുരെ ഒരു സൂറത്ത് ഫാത്തിഹ പിന്നൊരു സൂറത്ത് ഏതെങ്കിലും ഓതുരു ഇടൽ ഖുൽഹുവല്ലാഹു എല്ലാ അഞ്ചു നിസ്കാരത്തിലും ഫസ്റ്റ് ജനറക്കാത്തില് ഇത് കൂടിയ ബാക്കിയുള്ള സ്വഹാബത്തിന്റെ മമ്മൂമ്മയുടെ റായത്തായിട്ട് ഒരു ഗിരിഗിരി പോലെ എന്തില്ലെങ്കിൽ യാറായിട്ടല്ല ബദലുകൾ ഇങ്ങനെ ഒരു സുന്നത്തില്ലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു മൂന്ന് ഓതുന്നത് അങ്ങനത്തെ കണ്ടിട്ട് എഴുതുന്നതിൽ അധിക പ്രസംഗം പോയിട്ട് കേട്ടത് ഇമാമുടെ സ്വഹാബ നിങ്ങന്റെ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ളത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓതുന്നത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറകെ എത്രയോ മഹ്മൂമായിട്ട് നിസ്കരിച്ചടങ്ങ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു സൂറത്ത് ഫാത്തിഹ പിന്നെ ഓതുവല്ലാണ്ട് എല്ലാ നാളും എല്ലാ വക്ത നിസ്കാരത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ക്രമമില്ല നിങ്ങൾ എന്ത് എക്സ്ട്രാ പിടിക്കുക നിങ്ങൾ സാധിച്ചത് നാണങ്ങനെ ഗലാട്ടയിൽ പിന്നെ നിന്നില്ല കടത്തിയ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തിയ ആളെ നോക്കണല്ലേ അല്ല നാളെ ഇവിടെ മിത്തബൽ ഉസ്താദ് കടത്തി കാളിയാറ് കടത്തി കടത്തിയ ആളാണ് ഇവിടെ ബിസ്ലാർക്കോട് വന്നെങ്കിൽ കടത്തിയ ആൾ വീട്ടിൽ ചെല്ല ഇങ്ങനെ സമമാക്കി കേൾക്കാൻ അതൊരു മര്യാദ കടത്തിയ ആളുകൾ കൊടുക്കുന്ന മര്യാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടയിൽ സ്വഹാബത്ത് പോയിട്ട് യാ റസൂലല്ലാഹ് മസ്ജിദുൽ ഖുബാഅത്ത് നിങ്ങൾക്കടുത്ത് ഇമാമായ ഉസ്താദ് ഉണ്ടല്ലോ സ്വഹാബി ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു സ്വലാത്ത് കൊണ്ടുണ്ട് നബിയെ തങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല നബിയെ പിന്നാറും ചെറുതങ്ങൾ കേട്ടിട്ടില്ല നബിയെ ഇതിന് വിധി എന്തേ നബിയെ എന്ന് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകായിക്ക് തുള്ളിട്ട് ഉത്തര കൊടുത്തില്ല മസ്ജിദുൽ ഖുബായുടെ ഇമാമുടെ വെളിപ്പാട്ടിലേക്ക് കേൾക്കണമോണേ നിങ്ങളുടെ മേലെ ഇങ്ങനത്തെ ആരോപ ചെന്നോട്ടുള്ളത് നിങ്ങളെ മഹ്മൂമയാങ്ങളായ നിങ്ങളെ പരിസ്കരിക്കണം നിങ്ങളെ മേലെ ഇങ്ങനത്തെ ദൂരെ നിന്നോട്ടുള്ളത് ഇങ്ങനത്തെ സ്വഹാബിയോട്ടുള്ള മാണ്ട് കേട്ടപ്പോ ആ സ്വഹാബി ചൊല്ലുബലായ റസൂലല്ലാഹ് അതേ നബിയെ സൂറത്ത് എല്ലാ നാളും എല്ലാ വക്തനിസ്കാരത്തിലും ഓതുന്ന നബിയെ എന്തിനാണ് തരാത്തത് നാണ് പഠിപ്പാട്ടാത്തത് നാണ് ആക്കാത്തത് എന്ന് നീ ആരാക്കിയോണ്ടുള്ള ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോ ആ സ്വഹാബി ചൊല്ലി റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ മേലെ നമുക്ക് വല്ലാത്ത ഇഷ്ട നബിയെ ഫരീദ് നബിയെ വല്ലാത്ത മുഹബ്ബത്ത് നബിയെ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിൽ ഓതുന്ന നബിയെ ചെന്നിട്ട് ആ സ്വഹാബി ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന തീരമോനെ അത് സമല്ല നാട് പഠിപ്പാട്ടം നീ ആക്കണ്ടാണ്ട് ചെന്നില്ല ബദലക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ചെന്നത് ഹുബ്ബുക ഇയ്യാ അദ്ഖലകൽ ജന്ന ഖുൽ ഹുവല്ലാഹു അഹദ് ജല്ല സൂറത്തുൽ മേലിനെ നിന്റെ തിരസപ്പാടുണ്ടല്ലേ അത് നിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുമോണേ ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഓതി അല്ലാഹു കാരണത്തിൽ മാത്രം ഇത്ര പവറുള്ള അതായിട്ട് കിടന്ന പള്ളിയുടെ കുത്തുബോധിയിൽ പിന്നെ ജുമാനസ്നാനം കഴിഞ്ഞ പിന്നെ 3 വട്ടം ആണോ നിങ്ങൾ ഓതുന്നത് പിന്നെ അത് നിസ്കാരത്തിന്റെ വിഷയമാ നോമ്പുടെ വിഷയമാ ഇസ്ലാമിക ശരീഅത്തിന്റെ വിഷയമാ പഠിപ്പാട്ട സൂറത്തല്ല ബദലക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലബീദ് ഇബ്നു അസമയുടെ യഹൂദിയായ മനുഷ്യൻ രണ്ട് പെൺമക്കളെ ഉപയോഗാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ കുടിക്കട തന്റെ കിണത്ത ഉൾഭാഗത്തിൽ മാട്ടാക്കി കുത്തി വീശപ്പോ
റസൂലുക്ക് പനി വന്ന് ഉഷാറില്ലാണ്ടായപ്പോ അത് ബാത്തിലാക്കി സീർ ബാത്തിലാക്കുവാനായിട്ട് ഓതിയ മന്ത്രായിട്ട് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഈ രണ്ട് സൂറത്ത് പതിവായിട്ട് ഓതെങ്കിൽ മാട്ട വലിക്കില്ല, സിർ വലിക്കില്ല, കണ്ണേറ് വലിക്കില്ല, ശൈത്വാനത്തിന് ഉപദ്രവം ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല, രോഗം ഉണ്ടാവില്ല, മുസീബത്ത് ഉണ്ടാവില്ല, അതേപോലെ ബേജാറും ദുഃഖവും ഉണ്ടാവില്ല. പടച്ചവല്ലാത്ത ഫലാത്ത് കൊണ്ട് അല്ലാഹു പരിശോധിക്കില്ല. അത്രത്തോളം പവറുണ്ട് മനുഷ്യരെ. പവറുള്ളത് അങ്ങനെ അത് ഓതിട്ട് അല്ലാഹുവേ ഇതിലെ കൂലി സ്വഭാവം നിങ്ങളെ ആക്കി തന്നെ നിങ്ങളെ തിരുസഭാ കാടി തന്നെ നിങ്ങളെ ജന്മ തന്നെ നിങ്ങളെ ഭക്തിയെ നിങ്ങളെ ഉമ്മയുണ്ട് 6 അടി മണ്ണിലുണ്ട് അല്ലാ, ബാപ്പയുണ്ട് 6 അടി മണ്ണിലുണ്ട് അല്ലാ. അങ്ങ് ചിന്മയിലുള്ള റബ്ബേ ആറുമില്ലാണ്ട് ഏകാന്തായിട്ട് സിംഗിളായിട്ടുള്ളത് അല്ലാ. ಇದರ ಕೂಲಿ ಸ್ವಭಾವಗಳ ಕಬರಿಗೆ ಎತ್ತುಬಾಡಿ ಗಡುಗುನಂದ ಇದರ ಬರಕತ್ತು ಕೊಂಡಗಳ ಪಾಪದ ಬರುಕು ಅಲ್ಲಾ. ಅಂಗಳ ಕಬರು ವಿಶಾಲನಾದರಾದ ಅಂಗ ಶಿಕ್ಷೆಯುಳ್ಳ ರೆಂಟ ಕಣ್ಣನ್ನು ರಕ್ಷಪಡುತ್ತೆ ಅಲ್ಲಾ. ನಿನ್ನ ഖുർആൻ നാം ഓതിയത് റബ്ബേ ജന്നത്ത് ഖദീബ് ഉസ്താദ് ദ്വാര കബത്തു ആമീൻ ചൊല്ലതു നിന്റെ മോള പള്ളിയിലുള്ളനാ. ആമീൻ ചൊല്ലതു നിന്റെ മോള പള്ളിയിലുള്ളനാ. ചൊല്ലുന്നു ഞങ്ങളുടെ ചില പിക്കുമായി ഇല്ലെങ്കിലും എന്റെ സത്യപ്രതിജ്ഞ എടുക്കണോ അതും നാളെ പള്ളിയിൽ കഴിയ എത്ര കഷ്ടപ്പെട്ട് അതും വിശ്വാസമില്ല. നീന നമുക്ക് പോയിട്ട് സിംഗിളായിട്ട് പറഞ്ഞത് പോലെയുള്ളപ്പാ കൂട്ടായിട്ട് പറഞ്ഞ ഓതി കൂടിയായിട്ട് കിട്ടേ. നിന്റേത് മാത്രമല്ല, നീ ഒത്തോതിയതല്ല എത്ര ആളുമാർ അത് ഓതിയത് ദ്വാരമാര് എല്ലാവരും ഓതിയത് നിന്റെ പാപ്പട കബർ കിട്ടി. പ്രതി ഓരോരുത്തർ പാപ്പ എല്ലാവരും ഓതിയത് എത്ര ഹതായില്ല. നിന്റെ പാപ്പക്ക് കിട്ടും. നിന്റെ പാപ്പക്ക് കിട്ടല്ല, നിന്റെ മോൻ ഓതി കിട്ടത് നിന്റെ മോൻ ഓതോ പള്ളിയിലേക്ക് പോകണം. പിള്ളേ എല്ലാ സന്ദർഭത്തിലും നല്ല ജാഗ്രത നിന്റെ മോനുള്ളതാണ്ട് കൺഫമാക്കിയോ? ബടക്ക് ജാഗ്രതയും നിന്റെ മോനുള്ളതാണ്ട് കൺഫമാക്കിയോ? നല്ല ജാഗ്രത ഉള്ളാണ്ട് കണ്ടുക പ്രോത്സാഹത്തോടെ ബടക്ക് ജാഗ്രത ഉള്ളാണ്ട് കണ്ടുക തടയുന്ന പ്രയത്നത്തിന് ഞങ്ങൾ ചുമ്മാ ആലോചനക്കൊണ്ടില്ലേ. ഞങ്ങൾ മരിച്ചുപോയി അപ്പടെ വിശേഷമല്ല, അതിൽ ഞങ്ങൾ മരിച്ചുപോയി ഞങ്ങളുടെ മക്കളാണ് വിശേഷം. ഇപ്പൊ അതെല്ലാം മിസ്സാക്കുക ബാപ്പയുടെ മേലിನ ಬಂದ ಸಂಬಂಧಿಸಿದ ഞങ്ങൾ കാശ് കൊടുത്തപ്പോൾ ഞങ്ങളുടെ ബാപ്പ ഡാഡി ഡാഡി എന്ന് ആക്കിയിട്ട് മണ്ടതല്ല ദിവസ അതേപ്പോ ഞങ്ങൾ കൊടുക്കുന്നത് നീപ്പാട്ട് മറ്റത് തീർന്നു ഉണ്ടായിരുന്നങ്ങനെ എത്ര ആളുമാണ് മക്ക അടിച്ചിട്ട് ബാപ്പയുടെ കൊള്ളു മക്ക അടിച്ചിട്ട് ഉമ്മയുടെ കൊള്ളൂടെ സാധാരണ വാങ്ങുന്ന ചെല്ലക്രമമാണ്. ഈ മുസ്ലിമിടക്ക് ജണ്ടേ ബസ്തി ഭൂമിയിൽ ഇല്ലാത്ത മുസ്ലിമിടക്ക് ജണ്ടേ ബസ്തി ഭൂമിയിൽ ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒന്നൊന്നോ മുസ്ലിമിടങ്ങളുടെ പേരിൽ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് കള്ള് ഷോപ്പില്ലാത്ത എവിടെയെങ്കിലും കണ്ടറാ മുസ്ലിമിടങ്ങൾ കള്ള് കുടിക്കണമെന്നുള്ള റഹ്മാനിയ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്, ബദ്രിയ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്, മൊഹിയുദ്ദീൻ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് അവിടെ കണ്ടത് കേട്ടിട്ടുണ്ടാകും. ഇന്റർനെറ്റ് സെർച്ച് ആക്കുന്ന സമയത്ത് കിട്ടാൻ മുസ്ലിമിടങ്ങൾ ഇസ്ലാമിയുടെ പേരിൽ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇല്ല പ്രപഞ്ചം ഇപ്പോൾ ഇല്ലാണ്ട് കുടിക്കടങ്ങളുള്ള അയങ്ങും അതിൽ പേരുള്ള ബാറാക്കില്ല. മുസ്ലിമിടങ്ങളെ ബാറുണ്ട് വേണമായത് ആയില്ല മുസ്ലിമുകളുടെ പേരൊക്കെ യൂസാക്കില്ല. എന്തോ നമ്മളെ കൽപ്പുറം തലക്കൊടുത്ത് പേടിയത് തീരാണ്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലാണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവാണ് കൽബ് എന്തോ പേടിട്ട് കൊടുത്തതാണ്. രണ്ടാമത് മുസ്ലിമുകളുടെ പേരില്ലാത്തത് വൃദ്ധസദന യാറന്മാരത് പിന്നുള്ളത് ഹൈന്ദവ സുഹൃത്തുക്കളത് എന്റെ മുസ്ലിം ഇടങ്ങളൊന്നും തുടങ്ങിയത് എന്റെ മുസ്ലിം ഇടങ്ങളൊന്നും തുടങ്ങിയത് ഇപ്പുറത്തെ റേഷൻ പോയി ഫോട്ടോ മാത്രം മറന്നിട്ട് എടുത്തിട്ടില്ല. വൃദ്ധാശ്രമത്തെ വിസിറ്റ് പോയവർക്ക് ഒരു 90-95 വർഷം വയസ്സായ ഒരു പെണ്ണിങ്ങ ബഗ്ഗി നടക്കുന്ന ഒരു പെണ്ണിങ്. ആ പെണ്ണുങ്ങളെ കാണുമ്പോൾ കുലീന വർഗത്തിൽപ്പെട്ട ശ്രീമന്ത വർഗത്തിൽ പെണ്ണുങ്ങളെ പോലെ കാണാൻ ആ പെണ്ണുങ്ങളെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ പോയവർക്ക് സ്വാഭാവിക അവിടെ ആരെങ്കിലും പോയി കണ്ടു ഒന്നോ സ്വർഗത്തിൽ പോയതുപോലെ അങ്ങനെ വല്ലാത്തൊരു കുസിയാവുന്ന കാരണന്റെ ഞങ്ങളെ നോക്കുക, ഞങ്ങളെ മക്കളില്ല, ഞങ്ങൾ
ഞങ്ങൾ മൂത്തങ്ങയില്ല, ഞങ്ങളുടെ കൂട്ടുകുടുംബ ഇല്ല, ഞങ്ങൾക്ക് സംബന്ധപ്പെട്ട ആള് ആരുമില്ല. പുറത്തങ്ങ പോയപ്പോഴത്തേക്ക് മക്കളെ പോലെ വന്നത് ഓടി വന്നിട്ടങ്ങ പളക്ക പറയുന്നത്. അങ്ങനെ പോയപ്പോഴത്തെ ഒരു സ്ഥലത്ത് പെണ്ണിങ്ങ വേഗം ഓടിപ്പെട്ടു. ഉസ്താദേ, എന്റെ മക്കളെ പുതിയ സമാപുതാരേ ഒരു ദുആ. ഇന്നൊരു പെണ്ണിങ്ങ വളച്ചിൽ ദർഗത്തിൽ വന്നത് ചെറുതു. ഉസ്താദേ, എന്റെ മോണം മരിക്കുന്നത് ഉസ്താദേ. പാപ്പയും ഉമ്മയും എത്ര കഷ്ടയിന്നെങ്കിൽ നല്ല ഉപദ്വാരം പോയ ചെലുട് ഇണ്ടത്തോളം നല്ലല ഇണ്ടത്തോളം ഒരു ഉമ്മ വന്നിട്ട് മോണ് മരിക്കുന്നതുവരെ സാധിച്ചത് കഷ്ടായിട്ടിരുന്ന എത്ര കഷ്ടായിട്ടാണ് ഉമ്മ മക്കളെ മരിക്കുന്നതുവരെ. അത് വലിയ ബിസിയാണ്. ജണ്ടുക്കും കാരണം നദിയിലെ ചിലപ്പോ ഈ മാതകാവസ്ഥ വിഷയത്തിൽ പറക്കുമ്പോ അല്ലേ ഗാഞ്ചയുടെ ദ്വാരപൂജകളുടെ കൂടെ ജയിലിട്ട് പാട്ടിത്തന്നെ കണ്ടെങ്കിൽ ആ ഉമ്മയെ കേസ് കൊടുത്തിട്ട് ജയിലിട്ട് പാട്ടിട്ട് ഇന്ന ജാഗ്രത ഗാഞ്ച പാണിയാക്കണം പിടിക്കൊടുക്കുന്നു. പോലീസ് രംഗം പിടിച്ചുകൊണ്ടാറ് പിറ്റേന്ന് ശ്രമിക്കുക ഗാഞ്ചിടാൻ പാട്ട് പാട്ടി പണ്ടാ എന്താ അവിടെ പാട്ട് പാടി സമാവും റായതാനെ ഒരാളങ്ങനെ ഉസ്താദ്മാരെ വാവെല്ലാം കേട്ടിട്ട് അത് നല്ല ഉപദേശമെല്ലാം കേട്ടിട്ട് പള്ളിക്ക് പുറത്ത് തുടങ്ങിയവർ അത്ര നേരം പള്ളിക്ക് വന്നിട്ടുണ്ട്. പള്ളി പുറത്ത് 4 വട്ടം പറഞ്ഞു, ഓണവില നല്ലോണം ഒന്ന് പിടിച്ചോട്ടല്ലേ ഇന്നോളോണം ഓണവില നല്ലോണം എത്ര പള്ളി പറയണ്ട ഓൺ എത്രയും കാണുന്ന ഹണ പറഞ്ഞൊന്നുമില്ല. പള്ളിക്ക് പണ്ടങ്ങനെ പറയാത്ത പോലെ നിങ്ങളെ ബുദ്ധിയെ അവിടെ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് പറയാത്ത പോലെ ഇണ്ടെങ്കും വന്നല്ല. അത് ഒന്നാളെങ്കും വന്നല്ലേ അൽഹംദുലില്ലാഹ് ജന്നത്തിൽ ബദലക്ക് ഓൺ എത്ര നാൾ വരൂ 4 നാൾ വരും പിന്നോട് വരല ഓൺ അണ പറഞ്ഞൊന്നും ഓൺ എത്ര നല്ലവള്ള പള്ളിക്ക് പണ്ടങ്ങളെയും പടാ പറയാത്ത പോലെ നല്ല ആയിട്ടുള്ള നല്ലവങ്ങും കൂടില്ല. 300 കാഞ്ചായിട്ടേക്കോ 300 വട്ടിയായിട്ടേക്കോണോ ആയെങ്കിലും സുധാരണ തൗക്കാക്കി നല്ല പ്രായത്തിന് കൊടുക്ക് തയ്യാറുള്ളതാണ്. ഇല്ല അവൻ അതിലായിട്ട് പറഞ്ഞിട്ട് മരിക്കൊണ്ടു നമുക്ക് നരകത്തെ കടത്ത് വലിയ ഇഷ്ടം എല്ലാവരും നരകത്ത് പോകണം. സ്വർഗം മാത്രം കണ്ടേ നാൻ ഓർത്ത എട്ട് വിൽക്കുന്നത് പോലെ സ്വർഗം നമുക്ക് കിട്ടുള്ളൂ. എല്ലാവർക്കും എല്ലാവരും നരകത്തെ കടത്തും. ഇപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ഷിയ ഖാദിയാനി സലഫി ഗിൽബി എല്ലാ പണിയാണ് ടോട്ടൽ മുസ്ലിം ഓൾ മുസ്ലിം ഓൾ മുസ്ലിം കുനു ദോദിയം നരകത്തിക്ക് പോകണ്ട. നിസ്കാരം കഴിഞ്ഞ റൊട്ടി വെച്ച് ദുആ നരകത്തിക്ക് പോകണ്ട. ഡയറക്റ്റ് ആർക്കും ബുദ്ധിബോധ്യം നരകത്തിക്ക് പോകണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മത എല്ലാം നരകത്തിൽ ടോട്ടൽ നരകത്തിൽ നല്ല പണിയാണ്. ടോട്ടൽ നരകത്തിൽ നല്ല ഇതും അതേപോലെ പള്ളി നല്ല ജനത്തിന് കൂടില്ല, ബഡ്ഡി കൂടാ ജനത്തിന് കൂടില്ല, ഗാഞ്ച കൂടാ ജനങ്ങൾ അതിക്ക് റായത്തെ വിട്ടുകൊടുക്കുക തയ്യാറില്ല. എന്ത് ടോട്ടൽ നരകത്തിൽ കൊടുക്കണം. ബേജാറില്ല. അങ്ങനെ ഈ പെണ്ണിനെ ചെല്ലണത് ഗാഞ്ചത്തെ മിതിമീരിട്ട് കാത് കാത് കീരിട്ട് നണ്ടൗത്തിൽ ഒരു കണ്ട 4-5 പെണ്ണിനുള്ള മർമ്മക്കളും മക്കളുമായിട്ട് ഒരു കണ്ട ബംഗാളിലെ ഗാഞ്ചത്തിന് വേണമായിട്ട് അവൾ വലിച്ചുകൊണ്ടേ ഇപ്പോ ചാവ് പറഞ്ഞ പാട്ടികളും പണ്ട് കാത് വലി വലിച്ചല്ലോ ഉമ്മടെ കാത് കീരിടിങ്ങനെ പീസായിട്ട് വട്ടത്തില്ല കീരിടിക്കുന്നു വലിച്ച ബലിയിലെ റിങ്കിടെ വലിച്ച ബലി ഗാഞ്ചത്തിന് നിന്റെ കൊള്ളുവല്ല ಕೊಳ್ಳು ಅಂದ್ರೆ ಮುಟ್ಟದವರು ಮಂಗಿಲಾಗ ಪುರುಸತ್ತಿಲ್ಲ പിറ്റേണ്ട ഉമ്മടെ പോയിട്ട് മര്യാദ വരെ പോയിട്ട് അവരുടെ അങ്ങനെ മങ്ങിട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരു കാര്യങ്ങൾ ഒത്തത് താഴ്ന്ന കേട്ടോളാം പാചകം ഒത്തത് താഴ്ന്നവരുടെ മംഗലെടുത്തപ്പാ എന്ന് ഗാഞ്ചത്തിക്ക് വേറെ അങ്ങനെ സൈക്കിൾ അടിക്കടുക്കും കുത്തുറുക്കി എന്തെല്ലാം ഉണ്ട്. ഈ പൗത്തുള്ള ജാവുകടവണം ഇപ്പൊ നമ്മളെ കൊള്ളുവാണ്ട് സാധ്യയില്ല. ഉസ്താദ് ഒന്നവന്റെ പോലീസിനെ അടിച്ചുകൊള്ളണം, അല്ലെങ്കിൽ ആയത്തങ്ങാരങ്ങൾ റൗഡിമാർ അടിച്ചുകൊള്ളണം, അല്ലെങ്കിൽ എന്തെങ്കിലും സീക്ക് പിടിച്ചിട്ട് അവനെ ചാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡി അടിക്കുന്ന ആക്സിഡന്റ് പൊടിയായിട്ട് ചാവണം. ഉസ്താദ് അവന് വലിയ തീരാം എന്ത് റൗത്തുക്ക് നമുക്ക് മംഗലത്തിന് പോകും പോലെ ഇല്ല. അവന്റെ ഉമ്മത വന്നേ, അവന്റെ പെങ്ങളത വന്നേ, അവന്റെ അളിയങ്കത വന്നേ, മരിച്ചവർക്ക് പോകും പോലെ ഇല്ല. അതവന്റെ ഉമ്മ വന്നെ ചെന്നിട്ട് റായത്തിಗೆ ಶಾಪಾയിട്ട് ഉസ്താദേ അവന് നമുക്ക് തീരാം. ഒരു ഉമ്മയുടെ ദുആ അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. ദുആ ഈ ഉമ്മ വന്നവർ ഉസ്താദേ മക്കളെ ബുദ്ധി നല്ല ഉപദ്രവാരക്കും. അപ്പൊ ഞാൻ കേട്ട നിന്റെ മക്ക ഉള്ളവർ ഉസ്താദേ ആ ഉമ്മടെ കണ്ണട കണ്ണിൽ മാറൂ 95 വയസ്സായ പക്കിട്ടിന്റെ പെണ്ണിങ്ങ ശരിയായ പക്കിട്ട് വയസ്സായിട്ട് ആ ഉമ്മ ചെന്നോ നാളൊക്കെ ഉള്ളവരെ ഒരാള് ബഹ്റൈനിൽ ഒരാള് സൗദിയിൽ 2 ആള് ദുബൈയിലുള്ളവർ എഞ്ചിനീയറും ഡോക്ടർമാരുള്ള കൂട്ടത്തിൽ മക്കളെ കൂട്ടത്തിൽ
ഹൈ എഡ്യൂക്കേഷൻ പഠിപ്പാട്ടി ഉമ്മ 8 ബെഡ്റൂമുടെ അകൗണ്ട് ഉമ്മ കൗത്തുള്ളൂ 8 ബെഡ്റൂമുടെ അകൗണ്ട് 2 ഫ്ലോറുടെ അകൗണ്ട് പെണ്ണിങ്ങു ഔത്തുലി ഉമ്മടെ കിടപ്പാട്ടി പോയിട്ട് കണ്ടെങ്കിൽ നോക്കുക ആളില്ലാണ്ട് ഉമ്മ മരിക്കുമല്ലേ നാട്ടമോട് ഫ്ലൈറ്റ് വെക്കുന്ന സന്ദർഭത്തില് ഉമ്മടെ വൃദ്ധാശ്രമത്തിൽ കൊമ്പോയിട്ട് വിട്ടുപോയത് നാട്ടമോട് കൊമ്പത്തുകോ അവന്റെ പെഞ്ഞിമക്കും ഗൾഫിലുള്ളത് നാളാളെ പെഞ്ഞിമക്ക് ഗൾഫിലുള്ളത് ലക്ഷക്കണക്കിന് ശമ്പളം ഉണ്ടെങ്കിലും കുറഞ്ഞില്ല പാപ്പ മരിച്ചു പോയത് ധാരാളം സ്വത്ത് പതുക്കുണ്ടെങ്കിൽ നാളാളെ പെഞ്ഞിമക്കും ഗൾഫിലുള്ളത് വെട്ടിക ഉള്ളത് ഉമ്മടെ കൊമ്പോണ്ട് പാസ്പോർട്ട് അങ്ക് നാളാളുകൾ കിട്ടിയിട്ടില്ല ഉമ്മടെ കൊമ്പോണ്ട് വിസ ഉണക്ക് കിട്ടിയിട്ടില്ല ഉമ്മടെ കൊമ്പോണ്ട് ദൈപ്പാട്ട റൂം ഉണക്ക് കിട്ടിയിട്ടില്ല ഉമ്മക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന ജീവൻ കൊണ്ടില്ല പെണ്ണിമക്ക് കൊണ്ടുകൊണ്ട് ആഹാരം പെണ്ണിമക്ക് കൊണ്ട് വിസവും പാസ്പോർട്ടും റൂമെല്ലാം ജന്മ കൊടുത്ത ഉമ്മക്ക് തീരുന്നില്ല ഉമ്മടെ ഔത്തുൽ ദൈപ്പാട്ടിക്ക് സ്വസ്ഥ പെണ്ണുടെ ദൈപ്പാട്ടിക്ക് കണങ്ങൾ ആയത്തിനെ ചിരിക്കുവാൻ അല്ലേ ഉമ്മടെ മാത്രം സ്വത്തോടെ പോയിട്ടാണ് ഈ സ്വസ്ഥകളെ ആക്കിയെങ്കിൽ അങ്ങനെ ധൈര്യത്തിൽ ജയിൽ കിട്ടതുപോലെ ജയിൽ കിട്ടുക തപ്പാക്കണം ജയിൽ കിട്ടുണ്ടാവില്ല അതുകൊണ്ട് വൃദ്ധാശ്രമത്തെ പോയിട്ട് പഠിച്ച കൊമ്പട് സാധനം എത്തിയില്ലാത്ത അവിടെ മാനേജറെ സ്വസ്ഥ മാനേജർ വന്ന് പിന്നെ നോക്കാം ഓണോ വൃദ്ധാശ്രമത്തെ ദൈപ്പാട്ടി പറ്റിയ പിന്നെ മക്കളെ കൂട്ടി പോയിട്ട് പോകണം മാനേജറോട് ഉസ്താദെ നിങ്ങൾ എത്ര വേണം 25,000 30,000 40,000 എത്ര വേണമെങ്കിലും തരാം ഒരു ബിൽഡിംഗ് അതെല്ലാം കണ്ട കൺവെൻഷൻ ഫീസ് എല്ലാം പൈസ എല്ലാം വേണമെന്നുണ്ട് തില്ല് എൻ്റെ ഉമ്മടെ നോക്കിയാൽ പറയും ചെറുപ്പടിക്കണ്ട് ഇങ്ങനത്തെ മക്കളുള്ളൂ ചെറുപ്പടിക്കടല്ല എലിപ്പാസന വെച്ച് കൊണ്ടുള്ളത് എന്ത് കതിരെ പത്ത് എന്ത് കതിരെ പത്ത് ഉസ്താദ് അപ്പിത്തപ്പിട്ടും ഇന്ന് സെക്കൻഡ് കോൾ നിന്റെ കൂടെ പറഞ്ഞ ഈ വൃദ്ധാശ്രമത്തിൽ പറഞ്ഞ നിന്റെ പൈസ മലയാളി നിന്റെ പണം കൊടുത്ത് പുഴുങ്ങി നിന്റെ പൈസയുടെ കൊണ്ടുപോയിട്ട് നിന്റെ പൈസ നിന്റെ ഫോണോടെ പ്രവർത്തിത അത് നിന്റെ ഉമ്മ അത് ബുദ്ധിമുട്ടുണ്ടായില്ല ഇന്നത് ഞങ്ങളുടെ ഉമ്മയുടെ എങ്ങനെ ഇരുപത്തി നമുക്ക് നീ തപ്പിട്ടി പൈസ വേണം അതിൽ ഞങ്ങളെ തപ്പില്ല മക്കളെ തപ്പില്ലപ്പ ഉമ്മക്ക് കിട്ടിയത് ഉമ്മക്ക് കിട്ടിയത് എന്തേ ഉമ്മടെ എല്ലാം ഒരാളുടെ വെച്ച് വിളക്ക് പറഞ്ഞത് ആ ഉമ്മ മേലാശ്രയിച്ചത് ഉസ്താദ് എന്റെ മക്കളെ ബലത്തോടെ മാറുന്നത് അപ്പൊ നീ പഠിപ്പാട്ടുകളാണ് ഇടയ്ക്ക് പോയാൽ ഉസ്താദ് മാറുന്ന ഒരു ചെറുക്കടാ ക്ലാസ്സിൽ കൊണ്ടാക്കിയാണല്ലേ 3ാം ക്ലാസ്സിലേക്ക് മുത്തുകൂ ഉസ്താദ് ഉസ്താദ് നായിട്ട് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ട് വന്നിട്ട് പോണ്ട വന്നിട്ട് കേന്ദ്രമുള്ള നോക്കാൻ ചെന്നിട്ട് പാട്ടിയായി മാറി പിന്നെ അള്ളാഹുവോട് പട്ടിയാണ് ദുനിയാവ് മക്കളെ പതുത്തു ഇസ്ലാം പഠിപ്പാട്ട് മക്കളെ നാശാഹുകൾ ഇസ്ലാം പഠിപ്പാട്ട് നിന്റെ മോനെ എഞ്ചിനീയർ ആയെങ്കിൽ ഡോക്ടർ എല്ലാം വേണേ എഞ്ചിനീയർ ആവണോ ഡോക്ടർ ആവണോ ലോയർ ആവണോ സയന്റിസ്റ്റ് ആവണോ മക്ക നേതാക്കന്മാരാവണോ മക്ക പൈസക്കാവണോ സമ്പാദനാക്കളാവണോ ധാരാളം സ്വത്ത് പതുക്കുണ്ടാക്കണമെന്നാവണോ ആരായും നിന്റെ മക്ക മുസ്ലിം ആവണോ മോനെ നിന്റെ മക്ക നിസ്കരിക്കണവനാവണോ നിന്റെ മോൻ ഖുർആൻ ഓതുന്നവനാവണോ നിസ്കാരങ്ങളിൽ പിന്നെ നിനക്ക് വേണ്ട ദുആകൾ മക്കാവണോ ഫസ്റ്റ് നിന്റെ മക്ക നിന്റെ നിലപാട് മക്കാവണോ പിന്നെ മക്ക വന്നെങ്ങും നീനേ ഒന്നാമത്തെ സ്ഥാനത്ത് നിന്റെ ഉമ്മ ചെന്നിട്ട് ഉമ്മടെ ആദരിക്കണം മക്കാവണോ ഇത് പഠിക്കണായത് മക്കല്ല ബലത്തിലേക്ക് പഠിപ്പാടണായത് ഉമ്മ ബാപ്പായിട്ട് മക്ക പഠിക്കണായതല്ല മക്ക നല്ല ബുദ്ധി പഠിക്കണായതല്ല മക്കൾക്ക് നല്ല ബുദ്ധി പഠിപ്പാട്ടണായത് മക്കളുടെ പഠിക്കലേ മക്കൾക്ക് പഠിപ്പാട്ടണായത് അതിൽ ഞങ്ങൾ ഇടക്കിയുള്ള ഉണ്ടാകാം നമ്മുടെ ഒരു വിസ ഉറുമയുടെ വിസ ചെല്ലലാണ് ಬಹುತೇಕ ಉಮ್ಮ ಬಾಪಳ ಅವಸ್ಥೆ ಇದೆ ಅವತ್ತು ಮಯ್ಯತ್ತು പോലെ ഉമ്മ ബാപ്പ ഉള്ളേ കുണ്ടുമാച്ചിലെ പോലെ ഉമ്മുള്ള ബാപ്പ ഉള്ളേ ഒരു പുള്ളു വരെയില്ല ഉമ്മടെ നോക്കണഗതിയില്ല കഞ്ഞി കൊടുക്കാത്ത മക്ക ഉള്ളത് സീരിയസ് ആയി കണ്ടെങ്കിൽ ഒരു നേരത്തെ മാത്രം കൊടുക്കാത്ത മക്ക ഉള്ളത് കാരണം എടങ്കിറ മക്കല്ല എടങ്കിറ ഉമ്മ ബാപ്പായിട്ട് പഠിപ്പാട്ട ജാഗ്രത പഠിപ്പാട്ടില്ല ദർസ് കടന്നു ഉസ്താദിനെ നിങ്ങൾ ജോറാക്കി വർക്ക് പോയിട്ട് പറഞ്ഞിട്ട് സാർ ഓളർ വിളിച്ച് കണ്ടിട്ട് ദൂരത്തിൽ കടക്കി ഇപ്പൊ അപ്പവും കടത്തിലല്ല ഉസ്താദുമാരെ പ്രായത്തോട് പാട്ടിലല്ല മക്ക വെച്ചിട്ട്
ഞങ്ങൾ 300 ഉസ്താദ്മാരെ പാട്ട് നിങ്ങളെ കൂടാതെ ചെറിയൊരു അടിച്ചങ്ങ് പോയിട്ട് ചൊന്തു അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എന്തെല്ലാം ആക്കി ചെയ്യുന്നത്. പിന്നെ റായത്തിൽ ആള് ഫോക്സ് ഉസ്താദ് ചെയ്യും. മക്കൾ അവിടെ എത്ര ഉണ്ട് എത്ര ഉസ്താദ്മാർ അരിച്ചുള്ള ചെല്ലുമ്പോൾ ഉസ്താദ്മാരുള്ളത് കന്നഡ അങ്ങനെ ഭാഗ്യം എപ്പോഴും കന്നഡ തണ്ടി പണി ബൈസാറില്ല. 2 ವರ್ಷ ജയിലിൽ വെച്ച ഉസ്താദെ, 3 ವರ್ಷ ജയിലിൽ വെച്ച ഉസ്താദെ, നിരപരാധി പോലീസ് രംഗുವಂತಾಯ್ತು. മക്കം ಬಾಯಿ ഉസ്താദ്മാർ അങ്ങനെ ആക്കിയിട്ടില്ല, ജോറാക്കിയ മാത്ര ഉസ്താദ് എപ്പോഴും നിന്റെ ജോറാക്കി കൈക്കടന്ന നരസത്തിൽ ഇങ്ങനെ ചെന്നരെ എന്നിട്ട് സമയത്ത് ആർക്കെങ്കിലും കൊണ്ടുണ്ടാ മക്ക കളവ് ചെന്നത് മക്ക ഉസ്താദ് നിരപരാധി ചെന്നത് ആരെയും മാത്രമല്ല ഉസ്താദിനെ മരിക്കലോട് ജയിലിൽ ഇരുത്തലാണ്. ഫിക്സ് ആയിട്ട് ഇത് പിന്നെ മക്കളാണ് അപ്പവും അനുഭവിക്കാൻ എവിടെ പോകാറ്. ഇന്നലെ ഞങ്ങളൊരാൾ ദൂരയില്ല 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള ആ ചെറുക്കട അച്ഛൻ്റെ കಡೆ എന്തെങ്കിലും നല്ല കഷ്ടസുഖത്തിലെല്ലാം പറഞ്ഞപ്പോ പെരുന്നാളുകളെ പറഞ്ഞപ്പോ 100, 200, 500 കൊടുക്കും. ഓണതെല്ലാം കെട്ടിവീശ കാസ് അങ്ങനെ കാസ് കെട്ടിവീക്കുന്ന സ്വഭാവം മുഞ്ഞാണ്ട് അങ്ങനെ ഔത്തുകൂറും നോമ്പും സ്വബീകർ 10 ഗಂಟೆ നാളെ ചെറിയ അതേ ക്ലാസ്സിൽ പഠിക്കണേ ഒലിമ്പ 10 വർഷത്തെ ചെറിയ മക്ക വന്നിട്ട് കൂടെ വിളിക്കണേ പൈസ തരണോളാ ഒരു ചെറുപ്പേരുള്ള ചെന്ന് ചിലപ്പോൾ ഗൊന്താവും അത്ര പേര് ചെല്ലില്ല. ഒരു ചെറുക്കടെ പേര് ചെന്നിട്ട് അവന് കടത്തിയെ പൈസ തരണോളാ പാപ്പയിലൊക്കെ ഉമ്മക്ക് ഇത് കേട്ടു പൈസ തരണോളാ അവനെ കടത്തി പോർല 10 മണ്ടല്ല 10 ഉമ്മ വിളിച്ചത് അതും കേട്ടിട്ട് ഉമ്മ ഉള്ളത്തെ 10 വർമ്മത്തിനും ഓടിയാൽ മക്ക ചെറുക്കടൽ കേൾക്കും എന്തില്ല എന്നുള്ള കൊടുത്തു വിഷയന്ത്രേ ഈ കടത്തോണം അവന് ഗ്യാങ് ലീഡർ 10 വർഷത്തെ ചെറുക്ക കടത്തോ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുള്ളൂ. അത് മുസ്ലിം ഇംഗ്ലീഷ് മീഡിയം സ്കൂള് 10 വർഷത്തായി ബാച്ച് 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വർഷം പഠിത്തേക്ക് ഒരു സൈൻസ് അവന് ഗ്യാങ് ലീഡർ അവൻ കടത്തിയ ഈ മക്കളെ ഓണ് കടത്തിയിട്ട് ഓണിൽ 3000 ഹൗസിലാക്കും. ഇല്ലെങ്കിൽ ഓണ് വിസേന്ദ്രേ 3000 ഓണ് ചെന്ന് നല്ല പൈസ ഉണ്ടാക്കുന്നത് ദൈവം ഹൗസിലാക്കടേ ഇത് തന്നില്ലെങ്കിൽ കൊള്ളു വേണ്ടി ചെന്ന് തന്നില്ലെങ്കിൽ കൊള്ളു പേടിച്ച് 3000 റെഡിയാക്കി വെച്ചിട്ട് ഈ റെഡിയാക്കി വെച്ചിട്ട് ഉമ്മർക്ക് വേണ്ടിട്ട് അവൻ ഗ്യാങ് ലീഡർ ഈ മക്കളെ കടത്തി ഗ്യാങ്കിലെ കടത്തി ചില മക്കളാണ്. അത് പിന്നെ ഔത്തങ്ങളെല്ലാം പോയിട്ട് പോയിട്ട് സ്കൂളുകളിലെ പോണ നിങ്ങൾ പോലീസിനൊക്കെ ഇപ്പം കൊടുക്കണം നടക്കുന്നത് ഫ്യൂച്ചറിൽ തടയുക കേരളത്തിൽ ഒറ്റ പഠിക്കുന്ന ചെറുക്കൻ്റെ മുസ്ലിം ചെറുക്കൻ പഠിച്ചുകൊണ്ടിരുന്നു ഒറ്റയ്ക്ക് പഠിക്കുന്ന ചെറുക്കൻ SSLC പഠിക്കുന്ന ചെറുക്കൻ യൂത്തോളി എത്തിയിട്ട് നിങ്ങൾ ആളച്ചനച്ചനക്കുള്ള പരിസ്ഥിതി യൂത്തോളി എത്തിച്ചു. അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ. അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ. അപ്പൊ നിങ്ങളുടെ ജവാബ് മറന്നിട്ടുള്ള ഫസ്റ്റ് ഒരു പളക്ക ചെന്നെ നല്ല മക്ക ബെടക്കായിട്ടുള്ള ബെടക്കിടങ്ങളെ മക്ക നല്ലായിട്ടുള്ള ഒന്നാമത്തെ സഫറുള്ളവനും നിരന്തര ഹജ്ജ് ഉംറക്ക് പോയിട്ടുള്ളവനും റായത്തിയ നല്ലവനും അവന് പേര് ചെണ്ടിട്ടുണ്ടാ നാണൊരു ആലിമല്ലേ നിന്റെ മക്ക നല്ല ഉള്ളത് നല്ല ഉള്ളത് ബെടക്കണ്ടോട് പേരിക്കില്ല നല്ല ആക്കു മറന്നിട്ടുണ്ട് നല്ല ആക്കു മറന്ന് തെങ്ങ് നല്ല പസൽ പട്ട് തേങ്ങ അതൊരു തെങ്ങ് നല്ല പസൽ പടച്ചത് അതിനെ ഒരു വിത്ത് ആക്കി കൊണ്ടിട്ട് ഇതിനെ വിരുദ്ധി ചെന്നത് തേങ്ങയാവണ അതിലെ തേങ്ങയാവണം ഇതിനെ നോക്കിയതുപോലെ അതിനെ നോക്കണം വേണ്ടി ഇതൊക്കെ തന്നെ അതും ഗൊബ്ബറോ അത് വീട്ടിൽ മാത്രമേ അത് തേങ്ങയോടെ മറക്കുന്നത് അത്ര തേങ്ങയോടെ വിട്ടുവിട്ടെങ്കിൽ എങ്ങനെയാവും? ഇതുപോലെ ആയിട്ട് അവസ്ഥ നല്ല പേരിച്ച് നല്ല ഉമ്മയും പാപ്പും വെച്ചിട്ട് നാളെ നിസ്കരിക്കണോ കുർബാനോദോ പള്ളിയിൽ 1ാമത് സമർപ്പിക്കണമോ അതുകൊണ്ട് നക്കന്ന് തല വെച്ചിട്ട് നല്ല മക്ക പടക്കായിട്ട് പടക്കാവില്ല പോയി ഓണിങ്ങനെ ചെന്നല്ലേ ഗാഞ്ചന്റെ ലീഡർ ചൊല്ലുമ്പോഴുണ്ടാ ചെന്ന് നീനാറുള്ള മക്കളെ നിന്റെ മക്കളെ വിസ നോക്കി എപ്പോഴും അവളമാരുടെ ദൂരെ ചൊല്ലുമ്പോൾ പെടക്കിട കൊണ്ട് അവന്റെ മക്കളെ വേരിക്കിടകൊണ്ട് ഉമ്മ വേരിക്കിട പടച്ചവനെ നല്ല മാപ്പിള കള്ളു കുടിച്ചാൽ കഷ്ടതണ്ടതുമായി നല്ല മക്കളായിരണ്ട നല്ല മക്ക റൗഡിമാറായതുമായി നിന്റെ മാപ്പിള റൗഡിയായതുമായി തമ്പുരാനെ
നന്റെ മക്കൾ നന്റെ മാപ്പിളുടെ പോലായി ചെന്നിട്ട് ബെടക്കളങ്ങളെ പെഞ്ഞിമാർ ആലച്ചനാക്കിടത് ബെടക്കളങ്ങളെ മക്കളെന്നല്ല കുവിന്റെ പ്രിയത്താക്കിടത് പരിച്ചുള്ള ബാപ്പമാർ അപ്പിതപ്പിട്ട് പള്ളി കണ്ടില്ല മക്ക ഒന്നാമത്തെ സപ്ലിക്കർ പറഞ്ഞിട്ട് എന്റെ അവിടുന്ന് പെണ്ണിനായിട്ട് നമുക്ക് ബോധവും നമുക്ക് പ്രജ്ഞബന്ധമായി നന്റെ മാപ്പയുടെ പോലെ നല്ല മക്ക ഊതീറ നല്ല നല്ല ഞങ്ങളുടെ കൂട്ടത്തില് നല്ല നല്ല ഒന്നാമത്തെ ഞങ്ങളെ മക്ക അപ്പിത്തപ്പിട്ടും സമയത്ത് പടച്ചോണ്ട പള്ളികൾ കണ്ടില്ല എന്റെ പ്രജ്ഞ വന്നിട്ടില്ല ഞങ്ങളെ മക്കളുടെ കായും വളർന്നതും ചെയ്യില്ല കുരിയാൾമാരുള്ള ഞങ്ങളുടെ പള്ളികൾ 4 വർഷം 3 വർഷം 3 വർഷം 5 വർഷത്തെ മക്കളെ പണ്ട് അരിസാമാണ് ചീലം കുറിച്ച് വന്നത് പള്ളി വിളിച്ചു മണ്ട പള്ളി 4 വർഷത്തെ 5 വർഷത്തെ മക്കളെ പള്ളി വിളിച്ചു അതൊരു ഫാഷൻ 7 വർഷത്തെ കാണുമ്പോൾ അപ്പിത്തപ്പിട്ട് മക്കളെ പള്ളി വിളിച്ചു തീരെ ഇബാദത്തും എല്ലാ വിഷയവും ഇസ്ലാം വഴിപാട് 7 വർഷത്തിൽ പിന്നെ അതിനാണ് മുന്നുള്ള മക്കളെ പള്ളി പിടിച്ചു തീരെ ചെറിയ ബിസിയല്ല എത്ര ജാഗ്രത പള്ളിയിൽ കങ്കൾ കൂടി എടുത്തിട്ട് കട്ടാക്കി മൂത്രവിച്ചത് മക്ക 6 വിധമടങ്ങുന്ന ഈ 4 വർഷത്തെ 5 വർഷത്തെ മക്കളെ പിറന്നാളും ജമാഅത്തും തറാവീഹ് 27 വിളിച്ചുകൊണ്ട് 6 നോക്കണ്ട അവനക്ക് പോയിട്ട് 22 27 30 വർഷത്തെ ബാലക്കാർ മക്കളുള്ളത് അനബീതിലുള്ളത് അവന്റെ കാതിൽ കുട്ടി പിടിച്ചു പള്ളി കൊണ്ടുപോകാവില്ല ഇതിനെ വെച്ച ഗണ്ടാർ പാട്ടി പോലെ ഈ 4 വർഷത്തെ മക്കളെ ബാലക്കാർ മക്കളുടെ വളർത്തിഞ്ഞോട്ടു അടിയായ അഭിരാമമായ പിറന്നാളിനാണ് ഓരോ പള്ളി പള്ളിയില്ല പണ്ടേ എന്ന് ശരിയത് മനുഷ്യൻ മരണായത് വലിച്ചമാണ്ടില്ല അതിനകത്തും പഠിപ്പ എന്തൊരു ജന്മഘട്ട അർത്ഥാക്കി നോക്കുക മനുഷ്യരെ അടിച്ചിട്ട് കോളറെ പഠിപ്പിച്ചിട്ട് പാടുന്ന വയസ്സായിട്ട് 10 വർഷത്തിൽ പിന്നെ 15 വർഷത്തിൽ പിന്നെ നിന്റെ മക്കൾ അനുസരിക്കില്ലെങ്കിൽ തെളികൾ തേളി ചോറല്ല തുയ്യുടെ തേളി സമയത്ത് കട്ടിറക്കി തേളി സമയത്ത് 15 വർഷത്തിൽ പിന്നെ നിന്റെ മക്കൾ നോമ്പ് പിടിക്കില്ലെങ്കിൽ നിന്റെ മക്കൾ പള്ളിക്ക് പണ്ടില്ലെങ്കിൽ അങ്ങനത്തെ മക്കൾ തേളി സമയത്ത് അള്ളാഹു നിന്റെ കൂടെ അള്ളാഹ് തന്റെ റിസ്ക് അത് ഹലാലായ രൂപത്തിൽ നമുക്ക് എന്ത് റിസ്ക് അള്ളാഹു തന്റെ ഇബാദത്തുകൾക്ക് വേണ്ടി പടച്ചറപ്പ് അവൻ പൊരുത്തപ്പെടും ചില മക്കൾ വേണ്ടി ഇങ്ങനത്തെ കന്നാലികൾ കൊടുത്തു വന്നു വേണ്ടിട്ടല്ല മരിച്ചൊരു കണക്ക് കൊണ്ടുള്ള ഒന്നാണ് അപ്പൊ ഇതെല്ലാം ഭാവിക്കാനായിട്ട് വരും വൃദ്ധാശ്രമത്തിൽ കിടന്നിട്ട് കണ്ടിട്ട് തന്നെ ഇപ്പാടായിട്ട് വരും ഇന്റർനെറ്റ് കണ്ടുകൊണ്ടുള്ളതായിട്ട് അതുകൊണ്ട് മക്കളെ സാലിഹ്യങ്ങളാക്കണം വലിയ മക്കളെ ബേജാറാക്കാനുണ്ടാവും ഒന്നും ചെറുടെ നിങ്ങൾ വലിയ മക്കൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാണ്ട് കണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ മക്കളെ വലിയ മക്കളെ സഹവാസാക്ക് പാട്ടണ്ട അവിടെ നിന്റെ വലിയ മക്കൾ സമയമില്ലാണ്ട് കണ്ടെങ്കിൽ നിന്റെ പിന്നത്തെ മക്കളെ അവന്റെ ചങ്ങായിപ്പാടാക്ക് പാട്ടിരണ്ട അവന്റെ ചങ്ങായിപ്പാടെ പുറത്തുണ്ട് ചങ്ങായിപ്പാടെ ദൂരത്താക്കുന്ന പ്രയത്നക്കൂ അവന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ ചെറിയ മക്കൾ പോയിരണ്ട വിടക്കായതായിട്ട് ആയത്ര സമാവും കഷ്ടപ്പെടുന്നു ഉള്ളതിൽ കണക്കാക്കുന്ന പ്രയത്നക്കണ്ട ശരി സുബൈക്ക് മക്കളെ വളർത്തലിന്റെ ഭയങ്കര ബേജാർക്കാരാണ് വറങ്ങട്ടിട്ട് ഉമ്മ വണത്തിന് അബ്ബ ചെല്ലട് വറങ്ങട്ടിട്ട് സ്കൂളെല്ലാം രാജല്ലേ നിങ്ങൾ ബാപ്പ വണത്തോണ്ട് ഉമ്മ ചെല്ലട് വറങ്ങട്ടില്ല നിങ്ങെന്തല്ലോ ചെത്തല്ലേ 18 വർഷം 20 വർഷത്തോണ്ട് ചെല്ലടെ വറങ്ങട്ടില്ലേ ചെത്തല്ലോ ഇന്ന് മാത്രമല്ല രാജ്യത്തിൽ വറങ്ങട്ടില്ല ഈ സുബൈയുടെ സമയം ഉണ്ടല്ലേ ബാപ്പയും മോനും കൈ പിടിക്കുന്ന ഒട്ടിക പള്ളിക്ക് വേണ്ട സമയം ഈ സുബൈ സമയത്തിന് ചെറിയ വിഷയത്തുള്ള നിങ്ങോട്ടുള്ള ഈ പ്രഭാത സമയത്തല്ലേ പള്ളി ഒരു അരഗണ്ട മുന്നൂറ് ബാങ്കാണ് അരഗണ്ട മുന്നൂറ് പള്ളി കൊണ്ടാതെ ആ പള്ളി കണ്ട മനുഷ്യന് സീക്കുണ്ടാവുക മനുഷ്യന് ദാരിദ്ര്യ കഷ്ടപ്പാടുണ്ടാവുക എന്റെ ചിലറുള്ള പ്രഭാത സമയത്തിന് പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ ഓപ്പണാക്കുന്ന സമയം സമയം സുബഹിയുടെ സമയത്ത് പടച്ച തമ്പുരാൻ ഈ ഭൂമിയുടെ സുന്ദരമായ രൂപത്തിൽ പുനർനവീകരണ സമയം നീ നോക്കുക മഗ്രിബ് ബാങ്കാവുന്ന സന്ദർഭത്തിലെ ഖബർസ്ഥാനത്ത് നോക്കുകയാണ് നിന്റെ ഔത്രഭ്യത്തിൽ നിന്ന് മറവും കയ്യും മുള്ളും എല്ലാം നോക്കുകയാണ് മഗ്രിബാവലോട് കുടലെല്ലാം തെളിവണങ്ങിയതുപോലെ അത് വിശ്രമത്തിന് തുടങ്ങുന്നത് ക്ലിയർ ഉണ്ടാവണോണ്ട് കണ്ടെങ്കിൽ നിന്റെ ഉത്തരമാർഗ ഇതിലെ മറന്നല്ലേ ദേവദാരത്തെ മറ വലിയ മറ ഉപകാരത്തില്ലാത്ത മറ ദേവദാരത്തെ മറ വലിയ മറ ആ മറത്തെ ഇലവും നോക്കൂട നിങ്ങള്
മോദിയാവുന്ന സന്ദർഭത്തിൽ നാച്ചികം മുരുടെ തൊട്ടതുപോലെ എല്ലാം മുടങ്ങിയതുപോലെ ചാവുന്നത് പോലെ ഇങ്ങനെ മോദിയാവുന്നു കുറേ മരം അങ്ങനത്തെ കുറെ തയ്യുള്ളൂ എല്ലാം ഇങ്ങനെ മടങ്ങിട്ട് ഇലെല്ലാം മടക്കി വെച്ചിട്ട് ഒരു സുബൈകൈ ഒരു 3-3.5 ഗಂಟೆ മറത്തെയും ഇലയുടെയും തയ്യുള്ളതൊക്കെ ചിരിച്ചോണ്ട് ആ പ്രഭാത സമയമുണ്ടല്ലേ തഹജ്ജുദിന്റെ സമയമുണ്ടല്ലേ ബാങ്കിടക്കാൻ ഒരു അരഗಂಟೆ ഒരു ടൈം അത് ഭയങ്കര ഒരു ടൈമായിട്ട് ഏത് ടൈമോ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥിത രൂപത്തിൽ പ്രപഞ്ചത്തെ സെറ്റിംഗ് ആക്കുന്ന സമയം ഏതൊരു തൈക്കും പുതിയ ചിഗുറുണ്ടാവുന്ന സമയം ഏതൊരു തൈക്കും പുതിയ ഗെല്ലുണ്ടാവുന്ന സമയം ഏതൊരു പൂടത്തൈക്കും പുതിയ മുകുറുണ്ടാവുന്ന പുതിയ പൂ ഉണ്ടാവുന്ന സമയം ഏതൊരു പൂവും തിരിയുടെ സമയമായിട്ട് കിടക്കാറ് ഏത് ഉണങ്ങി തിന്നതും അത് എണിക്കേണ്ട സമയമായിട്ട് കിടാറ് പുതിയൊരു പുള്ളുണ്ടാവുന്ന സമയത്ത് പുള്ളുക്ക് പുതിയ ചിഗുറുണ്ടാവുന്ന സമയത്ത് മരത്തൊക്കെ പുതിയ ഗെല്ലുണ്ടാവുന്ന സമയത്ത് എല്ലാം അല്ലാഹു തുറക്കണ സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് സകലமான വെടക്ക് ഓക്സിജൻ ഉണ്ടല്ലേ അതെല്ലാം ഒരു ഭാഗത്തിൽ തന്നെ പാറിപ്പോയിട്ട് പുതിയൊരു മാലിന്യമില്ലാത്ത നാട്ടയില്ലാത്ത പുകയില്ലാത്ത ധൂളില്ലാത്ത പുതിയ സുന്ദരമായ അന്തരീക്ഷം പുതിയൊരു ഓക്സിജൻ പടച്ചതമ്പുരാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഭൂമിയെ തുറക്കണ സമയത്ത് ആ സമയത്ത് നായിയല്ലാത്ത സകലமான ജീവജാലവും എനിച്ചിരിക്കണ സമയത്ത് ഏത് നീನು ಗೂಡುಲಿಂದ ಕೋಳಿ ಹೋಗೋಳ ഒരു 3-3.5 ಗಂಟೆ ಸಂದರ್ಭದಲ್ಲಿ മോന്തിക്ക് 7:30 ಗಂಟೆಗೆ വറങ്ങിയ തൂമകു തുടങ്ങിയ കോഴി 3-3.5 ಗಂಟೆ ആകുമ്പോൾ എനിച്ചിട്ട് ചഷാറത്തായിട്ട് ഇളറിട്ടായിട്ട് നിൽക്കട് ഏത് നിന്റെ ഉത്തരിന്ന് ആടാവട്ടെ പയ്യാവട്ടെ ഒരു 3-3.5 ಗಂಟೆ ആകുമ്പോൾ യശാറത്തായിട്ട് നിൽക്കട് എല്ലാ പക്ഷിയും എല്ലാ പ്രാണിയും അതെല്ലാം ചിരിപ്പിരി ശബ്ദാക്കിയുള്ള റെഡിയായിട്ട് നിൽക്കട് ഒന്ന് പെൽക്കിരി പൂടൊക്കെ കാക്കണം പാറൊക്കെ വേണമായിട്ട് അതിനെ വജീനെ തേടൊക്കെ വേണമായിട്ട് പെൽക്കിരി പൂടൊക്കെ കാക്കാനെ ഉറങ്ങില്ല സുബിയുടെ വാങ്ങുന്ന സമയത്ത് ഒരു ജീവജാലം ഉറങ്ങില്ല ഭിത്തിൽ നിന്ന് നായി മാത്രമായിട്ട് ഉറങ്ങണത് ജണ്ടാമതങ്ങൾ ഒത്തുന്ന പാലക്കാർ മാത്രമായിട്ട് ആ സമയത്ത് ഉറങ്ങണത് നായി പാലക്കാർ ഒരേപോലെ നായിയുടെ വയ്യാതിരിച്ചുള്ള നിങ്ങളുടെ സീറ്റിലുള്ള നിങ്ങൾ ഞങ്ങൾ വാദിച്ചിലുള്ള ഗതിയല്ല ജാവ് 1 ಗಂಟೆ ഒരു റൗണ്ട് അടിക്കും റോഡിലായിട്ട് ഇങ്ങനെ അപ്പുറത്തായിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് ഇങ്ങനെ കണ്ടത്തെ പള്ളിയിലായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കും എല്ലാ വീതിയിലും നായി എല്ലാ പരിസരത്തിലും നായി ഓടിയോണ്ട് അടിക്കൊണ്ട് ഓട് പാട്ടുണ്ട് എന്തെല്ലാം പത്രാക്കി സുബഹി ബാങ്കാവുള്ള ടൈം ഒരു റൗണ്ട് അടിക്കണം അതേ ജാഗിൽ റൗണ്ട് അടിക്കും ഒരു നായി കരിയാക്കി ഇട്ടിട്ട് തേടി ടെസ്റ്റാക്കുന്ന നാളെ സുബഹിക്ക് ആ സുബഹി ബാങ്കാക്കാൻ ഒന്നുള്ളൊന്ന് റൗണ്ട് അടിക്കണം അതേ ജാഗിൽ ഒരു നായിക്ക് പിറക്കൊക്കെ കിട്ടാൻ പോയിട്ട് കൽത്തി പിടിച്ച് ഞെക്കിയങ്ങോ അതൊക്കെ പറഞ്ഞെടുക്കും അത് എനിക്ക് ഇങ്ങനെ ആയിട്ട് പറക്കാം 1 ಗಂಟೆ 1.5 ಗಂಟೆ ಜಾವ ನಾಯಿನ ತೇಡಿಯನ್ನು ಬಿಟ್ಟು ನಾಳೆ ಪಾಲಕ್ಕಾದ ತೇಡಿಯನ್ನು ಬಿಟ್ಟು ರೋಡಿನ ಸೈಡ್ ಅಂಗಾಡ್ರ ಸೈಡ್ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಸೈಡ್ ಉಜಿರಿ ಉಜಿರಿ ರಿಕ್ಷಾದ ಸೈಡ್ 1.5 ಕಾಳಿನ ಹೆಚ್ಚಿನ ಸೈಡ್ ಸಿಗರೇಟ್ ಬಚ್ಚೋಡು ಬೀಡಿ ಬಚ್ಚೋಡು ಮೊಬೈಲ್ ಬಚ್ಚೋಡು ಮುಳುಗುಣ ಹಾಕೊಂಡು ಗಲಾಟೆ ಹಾಕೊಂಡು എന്തെങ്കിലും ಹಾಕೊಂಡು 2 ಗಂಟೆ ಜಾವത്തോടെ ഒരു 3.5 ಗಂಟೆ 4 ಗಂಟೆ നമുക്ക് അതേ ജാഗിൽ റൗണ്ട് അടിക്കുള്ളൂ അപ്പിത്തപ്പിൽ ഊറുക്കിടാവുന്ന ഒരു പാലക്കാര സമയത്ത് കാണുമ്പോൾ സത്യമില്ല നായി കടക്കുന്നത് തന്നെ കിടക്കണത് സൊബി 9 ಗಂಟೆ 10 ಗಂಟೆ ആകുമ്പോൾ നായി മല്ല അവത്തിൽ ഇടകട പന്ത് എണിക്കുന്നത് പോലെ ഇന്ന് പാലക്കാർ മല്ല എണിക്കിടാറ് ഒട്ടിಗೆ പറഞ്ഞത് ജാഗ മാത്രം വേറെ പിന്നെ അല്ലാഹു എങ്ങനെ നമ്മുടെ മേലെ റഹ്മത്ത് ചൊരിയുള്ള കാടിൽ എണിക്കുന്ന പരിസ്ഥിതി ദയനീയ പരിസ്ഥിതി ഇങ്ങനെ അറിയാനുള്ളത് ഞങ്ങളുടെ സ്വാഭാവികമായിട്ട് അപ്പൊ ചൊല്ലുന്നില്ലേ ആ സുബഹിയുടെ സമയ മക്കളെ ജാവ് ಬೇಗ ಹೊರಕೋಣ ಮೊಬೈಲ್ ಸೈಡ್ ರೀತಿಯಲ್ಲಿ ಮಕ್ಕಳ ಜಾಬ್ ಬೇಗ ಹೊರಕೋಣ സുബഹിക്ക് ಬೇಗ ഉണർത്തണം എങ്ങനെ ഉണർത്തണം നിന്റെ മോള് അസർക്ക് പഠിക്കുന്ന സമയമല്ലത് അസർക്ക് ട്യൂഷൻ ഫാഷൻ സ്കൂളിൽ സുഖില്ല സ്കൂൾക്ക് ട്യൂഷൻ എടുത്തിട്ടായിട്ട് അസർക്ക് പഠിക്കുന്ന സമയമല്ല അസർക്ക് മക്കൾക്ക് പഠിപ്പാട്ട ബുദ്ധിറാ മക്കോ പിന്നെ ഒത്തട കൊണ്ട് മൈൻഡ് റിലാക്സ് ആവുന്നത് പോയിക്കൊണ്ടു മക്ക പറഞ്ഞ സാധ്യത ഇക്കടെ മക്ക ഉപകാരത്തിൽ കിട്ടാത്ത പൊസിഷൻ വരും അതുകൊണ്ട് മക്ക പഠിക്കില്ല ചെന്നിട്ട് പഠിപ്പാട്ടമായ സമയം അസറല്ല പഠിക്കില്ലെങ്കിൽ മക്ക പഠിപ്പാട്ടമായ സമയം സുബഹിക്കായിട്ട് ജാവ് വേഗ വറക്കും സുബഹിക്ക് വേഗ വണക്കം മക്കളെ അപ്പൊ പഠിക്കണായ മഗ്രിബിൽ പിന്നെ മക്ക സ്റ്റഡി ആക്കണായ സമയം ഓതനായ സമയം മഗ്രിബിൽ പിന്നെ
ಫಸ್ಟ್ ಕುರ್ಆನ್ ಓದಿ ತಗೊಂಡು ಎಂತ ಎಕ್ಸಾಮ್ ಸುಬಿಗೆ ಕುರ್ಆನ್ ಓದಿ ತಗೊಂಡು ಬಾಕಿ ಸ್ಟಡಿ മക്ക അവിടെ എത്ര ബുദ്ധിയില്ലാതെ എങ്ങനത്തെ ബോള പോലത്തെ മക്കളുടെ കണ്ടെങ്കും അസറുകുന്ന മക്കളൊന്ന് കളിക്കൊക്കെ വിട്ടിട്ടു അതേപോലെ മക്കളെ ഒന്ന് ഓണത്തിട്ട് നിസ്കരി പാട്ടുകൾ ഓത് പാട്ടി നോക്കോടാ മക്കൾ ഇന്നലെ ചെന്ന നിങ്ങളുടെ 40 നാള് ആ 40 നാള് നിന്റെ മക്കളൊന്ന് സുദ്ധികൊള്ള ഓണത്തൊക്കെ ശേഷാക്കോടാ പിന്നെ നിന്റെ മക്കളെ നിന്റെ മക്കൾ നിന്റെ ഓണക്കൊട് മക്ക പിന്നെ തന്നത് അങ്ങനെ മക്കൾക്ക് ആ മക്ക ഉഷാറാകും ആ മക്ക ഉപകാരം അസൽ കളിക്കൊണ്ടിടുന്നു കളിക്കൊണ്ടനായ ബോളിങ്ങളൊട്ടിയ മൈതാനത്തിൽ കളിക്കണം മക്ക കളിക്കട്ട് കാസ് ബീച്ചിൽ കളിക്കണ ജാഗ്രത മക്കളെ കളക്കൊടുത്തീരാ മക്കളെ കൂട്ടുകെട്ടിയത് എന്ന് നോക്കിയാണോ നല്ലങ്ങളൊട്ടിಗೆ ಸೇರ್ಪಾಟು നോക്കണോ മാക്സിമം മക്കളൊട്ടിಗೆ കളിക്കണായത് ഉമ്മയും ബാപ്പയും ആയിട്ട് ഉമ്മ ബാപ്പ മക്കളൊട്ടിಗೆ കളിക്കണോ ബാക്കി മക്കളൊട്ടിಗೆ കളിച്ച് അങ്ങനൊട്ടിಗೆ പിരിസ പിന്നെ ആ മക്കളെ മറക്കുകയില്ല ആ മക്കൾ എന്ത് ചെന്തെങ്കിലും കേക്ക് കൊടുക്കുക തയ്യാറുള്ള ഞങ്ങളെ മക്കൾക്ക് പോയിട്ട് ഉമ്മ ബാപ്പ പന്തര കൊമ്പ നിക്ക് കരിയാക്കുക മുട്ട കൊമ്പ ചെന്ന മക്ക പോയിട്ടില്ല അതോടെ നിക്ക് ഉമ്മ ചെന്നു മോണോ അപ്പുറത്തങ്ങോട്ട് മുട്ട കൊമ്പാണ് നിക്ക് കരിയാക്കി ആംപ്ലേറ്റ് ആക്കിതണ്ട് നാഗമ്മന്റെ അതേപോലെ അവൻ കളിക്കണം മൈതാനത്തിൽ കളിക്കണം ചെറുക്ക ചോക്ലേറ്റ് കൊമ്പാള അല്ലെങ്കിൽ തണ്ണി കൊമ്പാള എന്ത് കൊമ്പാടും തയ്യാറില്ല എന്തിനർത്ഥ നിന്റെ കാണാൻ സബീദിന്റെ മക്കളെ മേലെ വന്ന് നിന്റെ മക്കൾ എന്റെ നീ നിന്റെ മക്കളൊട്ടിക്ക് കളിച്ചില്ല നിന്റെ മക്കളൊട്ടിക്ക് പിരിസ കാട്ടില്ല നിന്റെ മക്കളൊട്ടിക്ക് കളിക്കാൻ ബാപ്പാവുത്തലു പോലീസ് ആവുകത്തീരള ഉമ്മവുത്തൽ ലേഡി പോലീസ് ആവുകത്തീര എപ്പോഴും മക്കൾ അടിക്കടെ എപ്പോഴും മക്കളെ കുറിച്ച് എപ്പോഴും മക്കളെ പറയാൻ എപ്പോഴും മക്കൾ അങ്ങനല്ല മക്ക നല്ല സ്വഭാവത്തിൽ പ്രോത്സാഹം കൊടുക്കണം പെടക്ക് സ്വഭാവത്തിൽ മക്കളെ പറയിടല്ല മക്കളെ അടിക്കടല്ല തിത്തുപടിയാകുക നോക്കണം എപ്പാലും പിന്നെ 1 ವರ್ಷ ಆಗುತ್ತಿಗೆ 2 ವರ್ಷ ಆಗುತ್ತಿಗೆ 3 ವರ್ಷ ಆಗುತ್ತಿಗೆ ಮಕ್ಕಳ ಬಂದು ಬಂದ ಸಂದರ್ಭದಲ್ಲಿ ಕರೆಕ್ಟ್ ಆಗಿ ಬರ್ನು ನೀನು ಅವತರು ಅಂದ್ರೆ ഒരു തെങ്ങട നട്ടനെ ചൊല്ലി പറഞ്ഞ പോലെ ഒരു തെങ്ങട നട്ടനെ അത് പല വന്നൊക്കെ നോക്കാം അത് അങ്ങനെയുള്ള പിന്നെ പല വന്നോട്ട് ഇപ്പൊ തന്നെ ഇതിന് വേണ്ട കോപ്പറേറ്റർ വേണ്ട അത് പല വന്നാൽ പിന്നെ നോക്കാം അപ്പൊ പല വന്ന് നീ ഉപകാരത്തിൽ ചെണ്ടി വേണ്ടി കാലത്ത് പോകും പിന്നെ ഇപ്പൊ നോക്കണായാല് പല വന്നൊക്കെ നോക്കിയാൽ ബിസിയല്ല ആ പല പണ്ടവിടെ എത്തിപ്പാട്ട് അവിടെ നോക്കണം നട്ടപെട്ടത് തന്നെ വിധിയുണ്ടും അത് നോക്കിയുണ്ടും കൊമ്പറേറ്റുണ്ടും ആരൊക്കെയാക്കിയുണ്ടും അതെ ചുറ്റുഭാഗത്തില് കാട്ടവും അതേപോലെ അകത്തിയില്ലാത്ത പ്ലാസ്റ്റിക് അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഒന്ന് പുതിയൊരു വീട്ടിലിട്ടിട്ട് അങ്ങനെ നോക്കിയോണ്ട് പല തന്നെ പല തന്നെ മക്കളെ നീ സമാപണായത് വലുതായാലും പിന്നെ നീ മരിക്കും കുടുംബത്തുകല്ല മക്ക ചെറിയ ബാക്ക്ഗ്രൗണ്ട് തിക്കുമ്പത്തിക്ക് മക്കളെ സമാപണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മക്കളെ സമാപനം അവിടെ ബുദ്ധി പാട്ടാണ് എങ്ങനെ നിന്റെ പെഞ്ഞി കൽപ്പിച്ചിട്ട് കണ്ടെ അവിടെ ബുദ്ധിന്റെ പാട്ട് ആഹാരത്തിൽ ഹറാമിയത്തില്ല ചെന്ന് കൺഫമാക്കിയുള്ളൂ അവിടെ നിന്റെ പെഞ്ഞി കൽപ്പിച്ചിട്ട് കണ്ടെങ്കിൽ അവൾക്ക് നീ കൊടുക്കുന്ന ആഹാരത്തിൽ ഹറാമിയത്തില്ല ചെന്ന് കൺഫമാക്കിയുള്ളൂ അവള് മലപ്പാട് കൊടുക്കുന്ന സന്ദർഭത്തിൽ അവളുടെ ചോരയുടെ ഹറാമിയത്തിലുള്ള സമയത്തില്ല ചെന്ന് കൺഫമാക്കിയുള്ളൂ അങ്ങനെ പല സന്ദർഭത്തിൽ ഹറാമിയത്തുള്ള വീട്ടിലല്ല ഇന്ന് മുലപ്പാട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ യൂട്യൂബും പിക്ചറും ഹറാമിയത്തിന്റെ പാട്ടും സംഗീതവുമായിട്ട് എഴുതിപ്പിച്ചിട്ടായിട്ട് കളിക്കാവും മലപ്പാട് കൊടുക്കുന്നത് നിങ്ങളെ മക്ക നിങ്ങളെ എത്ര പേര് സമയം ഒരേ ഒരു ഉദാഹരണം നിങ്ങൾ ഇപ്പൊ നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ മേലെ പേര് സമ മൊബൈലിന്റെ മേലെ പേര് സമാനമാണ് മുന്നുള്ള കിടാവ് കാട്ടാപ്പിട ഉൾപ്പെടുത്തുന്ന കണ്ടെങ്കിൽ ഉമ്മ നിറങ്ങി പിടിക്കുന്നതോടുകൂടെ ഉൾപ്പ് നിന്റെ വേറെ 6 തൊട്ട് കിട ഉൾക്കൊള്ളു നീ പാട്ടാണ് എന്റെ ഉമ്മല്ല 6 വന്നത് തൊട്ട് കിട ഉൾപ്പ് നീ പാട്ടില്ല കയ്യിലൊരു മൊബൈൽ കൊടുക്കൊള്ളാം മക്ക സൈലന്റ് കിടാവ് ചോറുമ്പത്തേക്ക് മൊബൈൽ വേണം ഉറങ്ങുമ്പത്തേക്ക് മൊബൈൽ വേണം ജനിച്ചവർക്ക് മൊബൈൽ വേണം സ്കൂളിൽ പോകണമെങ്കിൽ മൊബൈൽ വേണം മുലപ്പാട് കൊടുക്കണമെങ്കിൽ മൊബൈൽ വേണം കഞ്ഞി കുടിക്കണമെങ്കിൽ മൊബൈൽ വേണം കുളിക്കുവാനുള്ള മോർണിംഗ് മൊബൈൽ കൊടുക്കണം കുളിച്ചവർക്ക് നേരെ തോത്ത് മൊബൈൽ കൊടുക്കണം എല്ലാ സന്ദർഭത്തിലും മക്കളെ നമ്മുടെ കാണാറ് വിരസപ്പാട് മൊബൈലിന്റെ കുട്ടികൾ മക്കളെ മേലെ സമ്പർക്കം വെച്ചു കൊടുത്തതല്ല ഉമ്മടെ ഗുരുത്തമില്ലാണ്ടായി പോയിട്ട് മറന്നോ ചെന്നല്ല മക്കളെ മുത്തുമ്പത്തുക മുത്തണോ പറയുമ്പത്തുക പറയണോ അടിക്കുന്ന ടൈമിൽ അടിക്കുന്ന രൂപത്തിൽ അടിക്കണോ പ്രോത്സാഹം കൊടുക്കുമ്പത്തുക പ്രോത്സാഹം കൊടുക്കണോ നല്ല സ്വറാക്കുമ്പത്തുക മക്കളെ അഭിനന്ദനാക്കണോ പിടക്ക് സ്വറാക്കുമ്പോൾ മക്കളെ തിദ്ദുപടിയാക്കണോ ഉദാഹരണം ചെറുടെ
ഒരു ഉദാഹരണം ചെല്ലട്ടെ. മക്കൾ 10 മുട്ടക്കൊമ്പറക്ക് വേണമായിട്ട് ഉമ്മ കണക്കാണ്. കിടവ് സൈക്കിളിൽ പോയാൽ മുട്ടെടുക്കുമ്പോൾ മുട്ടെടുത്ത് ഔത്തുകൊമ്പ് ഉമ്മ കഴിച്ച് നോക്കുന്ന സന്ദർഭത്തിൽ 8 മുട്ടയും പൊട്ടിയിട്ട് തന്നെയാണ്. ഒരു മുട്ട എന്താ വെച്ചാൽ 2 മുട്ട അങ്ങനെ കൊണ്ടിട്ട് ബാക്കി 8 മുട്ടയും പൊളിഞ്ഞു പൊട്ടി. ഉമ്മ ചെല്ലി വെച്ച് സന്നിയള ജാഗ്രത കൊമ്പറക്ക് തീരല്ല ഉമ്മ ജണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് മുട്ട ചിലപ്പോൾ കിട മക്ഷരത്തോട് പേടിച്ചിട്ട് ഇത് കൊമ്പണ്ട സറാവല്ല കിടയുടെ കൽവിൽ പേടിപ്പിച്ച് ബദലായ സാറ ആ നിങ്ങളുടെ കയ്യിൽ ഉള്ളിൽ ചെന്നിട്ടുള്ളേ ബദലായ സാറ മുട്ട 10 കൊമ്പന്നിട്ട് 8 ഒടിഞ്ഞു പോയി ജണ്ടങ്ങനെ ബാക്കി വന്നു. അപ്പൊ ഉമ്മന്ത്രാക്കണോ ആ ജണ്ട് മുട്ടയുടെ പാക്കറ്റ് അൽഹംദുലില്ലാ ജണ്ടെങ്ങും നിങ്ങൾക്ക് പാട്ടിയല്ലേ ജണ്ട് രണ്ട് വിക്കിയാക്കി എന്നിട്ട് കിട ഒരു പ്രോത്സാഹ കൊടുത്തു കൂടാ പിറ്റാണ്ട് മുട്ട ചെലവ് കിട ഓടുക പൊട്ടാത്തതുപോലെ ജാഗ്രത കൊമ്പണ്ട എന്ത് എന്തൊന്നും കിട്ടുന്ന ആമ്പിളായിട്ട് എല്ലാവർക്കും ഉപകാരത്തിലൂടെ കിട ഉപയോഗിക്കുക അവനെ കൊമ്പ് ജാഗ്രത ഒന്നും പൊട്ടാത്തതുപോലെ കെയർഫുൾ ആക്കുക. അങ്ങനെ നല്ല സ്വറാക്കും പ്രോത്സാഹക്കണോ വെടക്ക് സ്വറാക്കും തിദ്ദുപടിയാക്കണോ അവർക്ക് പോലീസിനെ പോലെ ലാട്ടിക്കിട്ട് അടിക്കിടല്ല മക്കളെ അതെല്ലാം ഹിംസ. അത് 15 വർഷത്തിൽ പിന്നെ 15 വർഷത്തിൽ നിന്റെ 15 വർഷത്തോളം നിന്റെ മക്കളെ നീ സമത്തിൽ പിരിസ കൊടുത്ത് ബന്ധിയാണ്ട് കണ്ടെങ്കിൽ 15 വർഷത്തിൽ പിന്നെ നിന്റെ മക്കൾ അടിക്കണ്ടടാ. 15 വർഷത്തിൽ പിന്നെ നിന്റെ മക്കളെ പറയണ്ട. 15 വർഷത്തിൽ മക്കൾ ജോറാക്കണ പരിസ്ഥിതിയെ പറ്റില്ല. കാരണം ഒരു വർഷത്തിൽ പിന്നെ പൊടി കിടാവിൽ പിന്നെ 15 വർഷത്തോളം നിന്റെ മക്കളെ ഈ രൂപത്തിൽ ബന്ധിയാണ്ട് കണ്ട് നിന്റെ മക്ക പിന്നെ തിരുത്തുപടി ആവില്ല. പിന്നെ നിന്റെ തിരുത്തുപടിയാക്കണ പരിസ്ഥിതിയെ പറ്റില്ല. മക്കൾ റൂട്ടിലെ പോകാറില്ല. അത് ട്രെയിനിങ് കൊണ്ട് ഇസ്ലാം പഠിപ്പാട്ട് 7 വർഷം പഠിപ്പാട്ടൊക്കെ തുടങ്ങുന്നു. പഠിപ്പാട്ട് 7 വർഷത്തെ കണക്കുള്ള പഠിപ്പാട്ടിന്റെ 7 വർഷത്തെ കണക്കൊന്നും നീ പഠിപ്പാട്ടണ്ട. മക്കൾക്ക് നീള നിന്റെ മക്ക എന്താവണോ ആ നീള നിന്റെ മക്കൾ നിന്റെ കണ്ടിട്ട് ചെന്നാത്തിന് പഠിപ്പാട്ടണ്ട. 7 വർഷത്തിൽ പിന്നെ പഠിപ്പാട്ടുണ്ടാകും. നീനാറല്ല അതല്ല നിന്റെ മോണോ നീനാറ് അതെ നിന്റെ മോണ് നീനാറ് അതെ നിന്റെ മോൾ നീണതിനെ കല്ല് പിടിച്ചോട്ടോ റോഡ് സൈഡും പട്ടിയും എല്ലാ ഹറാമ്യത്തിലും നീനുള്ള നല്ല മോണ മാത്ര മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോണാവണോ ഇബ്രാഹിമിന്റെ മോണാവണോ ഇസ്മായിൽ മോണാവണോ നടക്കുന്ന വിഷയമല്ല. നീനാറ് അതെ നിന്റെ മോണ് നീനാറ് നിന്റെ ചോരത് ടാങ്കിലേത് തണ്ടത് നല്ല വല്ലല അതേ വേണ്ട നല്ല അവിടെ കലം കലിഞ്ചൊക്കെ വേണ്ടി കൂടെ നിങ്ങൾ ഉസ്താദ് ദ്വാര പറയും നല്ല നല്ല തന്നെ പറയും ഉസ്താദ് കൈ കാളും തണ്ടി പഠിച്ചോനെ നല്ല നല്ല തെളിഞ്ഞ തന്നെ പറഞ്ഞു നമ്പരാൻ എല്ലാവർക്കും ആമീൻ ചെന്നത് ഓടുപാട് നല്ല ചെല്ലുന്ന കലക്ക് തന്നെ വന്നിട്ടേ ഉസ്താദിന്റെ പ്രയോജനത്തിന് കിട്ടില്ല. എന്തൊരു കാര്യം എന്തില്ല ആ കൂടെ റൂട്ട് സമാധാനം അർത്ഥ നല്ല തന്നെ വിദ്യ നല്ല തന്നെ ഉപ്പ് തന്നെ വിദ്യ ഉപ്പ് തന്നെ വേണ്ടി വിടക്ക് തന്നെ വിദ്യ വിടക്ക് തന്നെ വേണ്ടി നീനാറ് അത് നിന്റെ മോണം നീനാറ് അത് നിന്റെ മോണം ആരെന്ത് പ്രയോജനം. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആൻ ഇങ്ങനെ കള്ളന്മാരെ മംഗളാക്കി കൊടുക്കുള്ളൂ. വ്യഭിചാരിമാർക്ക് മംഗളാക്കി കൊടുക്കും. അതേ സൂട്ട് അവിടെ അവർക്ക് നാശമുള്ളത് നിന്റെ മക്കൾ നല്ല സെക്കൻഡ് നിന്റെ കളികളായിട്ട് നിന്നിട്ട് പുള്ളിട്ട് മൂത്രം വീട്ടാണ്ടിക്കുക. നീ നിന്റെ പെഞ്ഞയുടെ പറയുന്നത് മക്കളെ വഴി കാണിക്കണം. നിന്റെ മോണ് നിന്റെ പറയേണ്ടിക്കാണ് ഔത്തുലക്കും മക്കളെ ഉമ്മയുടെ സമയത്ത് പറയുമ്പോൾ ഇസ്ലാം പഠിപ്പാടി ഉമ്മയുടെ സമയത്ത് പറയുക തീരാ. നിന്റെ പെഞ്ഞയുടെ പറയുമ്പോൾ ചുറ്റുഭാഗം നോക്കിയോ മക്ക ഉള്ളറാണ്ട് നിന്റെ പെഞ്ഞയ്ക്ക് ബുദ്ധിവാദ ചൊല്ലുമ്പോഴത്തേക്കും ചുറ്റുഭാഗങ്ങൾ മക്ക ഉള്ളറാണ്ട് നോക്കിയോളണോ. മക്ക ഇല്ലെങ്കിൽ നിന്റെ പെഞ്ഞയ്ക്ക് ബുദ്ധിവാദ ചൊല്ലണോ. പ്രൈവറ്റ് ബെഡ്റൂമിൽ പാട് നിന്റെ മോപ്പിന്റെ പെഞ്ഞി തപ്പിന്റെ തിരുപടിയാകണോ. ചോറാക്കണം നിന്റെ മക്കൾക്ക് കാണുക തീറ നിന്റെ പെഞ്ഞിനെ നീ ചോറാക്കണത്. ഇത്ര സൂക്ഷ്മത ഇസ്ലാം ഇതങ്ങനല്ല. പെഞ്ഞയുടെ ഓടുപ്പാരുടെ പറച്ചൽ നായിക പറഞ്ഞതുപോലെ പറയണേ സ്വന്തം പെഞ്ഞയുടെ മക്ക ഇത് നോക്കി നല്ല പഠിക്കണേ. മക്ക പോയിട്ട് സ്കൂളിൽ പോയിട്ട് പ്രാക്ടിക്കൽ ആക്കാൻ പോയിട്ട് ബാക്കി നല്ല പറഞ്ഞിട്ടുണ്ട്. പിന്നെ 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 സ്വന്തം അമ്മയുടെ നോക്കി പറയണേ സ്വന്തം അമ്മയുടെ നോക്കി പറയട്ടെ നിന്റെ പെഞ്ഞയ്ക്ക് ആക്കിയതല്ല നിന്റെ മക്കാക്കരുത്. നിന്റെ പെഞ്ഞെ നീക്കാക്കിയതല്ലോ നിന്റെ മക്കാക്കരുത്. ഈ കുടുംബ ചെറുത് ചെറിയ ബിസിനസ് ബാലൻസിൽ പോകുമ്പോൾ കഷ്ടമുണ്ടാകും. പഠിച്ചെടുത്ത് സ്വന്തം ഫസ്റ്റ് തീരുമാനമാണ് ആണാറാവുന്നത് തീരുമാനമായി.
നാണായിട്ട് എന്റെ മക്ക നാണ് കള്ള എന്റെ മക്ക കള്ളമേ നാണ് കക്കുമ്പത്തും എന്റെ മക്ക കള്ളാവിടാറ് നാണ് ಬೆಳಕಾಂಬതും മക്ക ಬೆಳಕಾവിടാറ് നാണ് നല്ല ബുദ്ധി നല്ല മക്കൾക്ക് കാട്ടിക്കൊടുക്കൂടി 7 വർഷത്തോടാ 7 വർഷം ആയ പിന്നെ മക്കൾക്ക് നല്ല നല്ല ഓർമ്മ പഠിപ്പാടി പഠിക്കോളൂ ഉദാഹരണം ചിലരുടെ ഇണ്ട് നിങ്ങൾ ഉമ്മമാരായിട്ട് പെണ്ണിങ് ആയിട്ട് 25 വർഷത്തെ പാലക്കാട്ടിനുള്ള ഡ്രസ് കളിക്ക് കൊടുക്കുന്നത് 25 വർഷത്തെ ചെറുക്ക് മോന്റെ പ്ലേറ്റ് കളിക്ക് കൊടുക്കുന്നത് 28 വർഷത്തെ മോണ്ടയും 24 വർഷത്തെ 7 വർഷത്തെ പാലക്കാട്ടി മോളയും ഒന്നക്കേരുടെ കേക്കട കക്കൂസ് കളിക്ക് കൊടുക്കണം ഉമ്മായിട്ട് ഒത്തുള്ളൂ തീരെ ബാപ്പത്തിന് 7 വർഷത്തിൽ പിന്നെ നമുക്ക് പഠിപ്പാട്ട് ചെറിയ വയസ്സിൽ 7 വർഷത്തെ കിടാവും നിന്റെ ഉത്തിലിരുന്നെങ്കിൽ 8 വർഷത്തെ കിടാവും നിന്റെ ഉത്തിലിരുന്നെങ്കിൽ ചോറുണ്ണുടെ സമയാവുടെ സന്ദർഭത്തിൽ ഉമ്മ മോളെ ചെറു മോളെ ഉമ്മക്ക് ചോറുണ്ണുക സമയമായിട്ട് ഉമ്മയുടെ പ്ലേറ്റ് കളിക്കൽ കൊമ്പനെയാണ് മോനെ ബാപ്പടെ ചെറുപ്പ് ഷൂ എല്ലാം റെഡിയാക്കി നിക്ക് സ്വർഗത്തേക്ക് പോണ്ട് ബാപ്പ നിക്ക് ചോറുണ്ടെങ്കിൽ നിനക്ക് ചോറുണ്ടെങ്കിൽ ബാപ്പ സ്വർഗത്തേക്ക് പോകണം ഷൂവും ചെറുപ്പും റെഡിയാക്കി വെക്കലാണ് ബാപ്പക്ക് ചോറ് കൊമ്പോയിട്ട് കൊടുക്കുന്നതാണ് ബാപ്പടെ പ്ലേറ്റ് കൽകുകയാണ് തന്നെ കൈ കൽകുക തന്നുണ്ടാകാൻ നോക്കുന്നതാണ് മക്കളിൽ കുടുംബ ചൊല്ലണം മക്കളിൽ ബാപ്പ ചൊല്ലണം മക്ക ചിലപ്പോൾ ആക്കുന്നത് സമയമില്ല മക്ക എന്താക്കുന്നത് ചിരിയായിട്ട് കലയായിട്ട് നിന്റെ മോൻ ഇംഗ്ലീഷ് മീഡിയം പോയിട്ട് സ്കൂൾക്ക് പോയിട്ടുള്ള ഞങ്ങളുടെ തെങ്ങ് പത്ര കൊണ്ടുകൊണ്ടാണ് സ്മരണ ഞങ്ങളുടെ കങ്ക് പത്ര കൊണ്ടുകൊണ്ടാണ് സ്മരണ കോമ്പറ്റീഷൻ എത്ര സ്പീഡിൽ ഹൈ സ്പീഡ് ഓട്ട സ്പർദ്ധ ഫസ്റ്റ് റാങ്ക് പോകുമ്പോട്ട് ഓട്ട സ്പർദ്ധ ഓടി ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ നിന്റെ എടുത്തു വെച്ചിട്ടുള്ള ഗിഫ്റ്റ് അവന് സാറുള്ള നേരിടുന്ന അവന് പഠിച്ചതാ എന്തെല്ലാം കോമ്പറ്റീഷൻ വരുമ്പോ നിന്റെ മക്കൾ ഉഷാറുള്ളവരുണ്ടാർക്ക നിന്റെ ഔദ്യോഗികമ്പത്തേക്ക് ആ ടാലന്റ് അസംപൂർണ്ണ നീ നാശാക്കി വിട്ടു എന്ത് തുടങ്ങിയ കുട്ടികളുണ്ട് നടക്കിയ കുട്ടികളുണ്ട് ഒരു തോത്തൊക്കെ കുട്ടികളുണ്ട് കൽബൊക്കെ കുട്ടികളുണ്ട് നീ ബെടക്കാക്കി നിന്റെ മക്കൾക്ക് ടാലന്റ് ഉണ്ട് ആ ടാലന്റ് സ്കൂളിൽ കാട്ടുമക്ക നിന്റെ ഉത്തരവ് കാട്ടുക നീ പോകില്ല നിന്റെ പെണ്ണെ പോകില്ല എത്ര ടാലന്റ് നിന്റെ മക്കളുടെ ഞങ്ങളുടെ ഡ്രസ് അങ്ങ് അങ്ങനെ പാത്രങ്ങൾ അങ്ങനെ അവന്റെ ഉമ്മടിയും പാത്രത്തെയും സമയത്ത് 7 വർഷത്തിൽ പിന്നെ അവങ്ങളെ മക്കൾ കൽകൊള്ളു ബാപ്പട പാത്രം കൽകൊള്ളു ഡൈനിങ് ക്ലീൻ ആക്കണം നില തോത്തണം അത് സമായില്ലെങ്കിൽ പറയൂടാ പാത്ര കൽക്കെടുക്കുമ്പോ കരി അങ്ങനെ കൊണ്ടതിൽ ബാധ്യത കണ്ണ് കാണിട്ട് കണ്ണ് പൊട്ടിട്ട് കരി അങ്ങനെ സമക്കൽക്കാവില്ല അത് തീരാ ബദൽക്ക് മോളോ ഇങ്ങനെ കൽക്കണായ ഒട്ടല്ല 2 ബട്ടല്ല 10 ബട്ടല്ല 100 ബട്ടൽ കൊടുക്കണം നിന്റെ കിടാവ് അപ്പോഴും പറയുകയില്ല 10 വർഷത്തോളം പറയുകയില്ല തപ്പെങ്കിൽ ഇങ്ങനെ അങ്ങനല്ല ഇങ്ങനെ അങ്ങനെ ചൊന്നു കൊടുത്തോണ്ടേ അങ്ങനെ വാക്കുപാട് നാട്ടിലെ സമാജം പിന്നെ നീ കൽകിയ സമയില്ല നീ പിന്നെ കൽകി തോറ്റിയത് സമയില്ല നീ പിന്നെ തോറ്റു മാത്രം ഫസ്റ്റ് ഞങ്ങളെ കൊണ്ട് വാക്കുപാട് അപ്പൊ ഉമ്മടയും ബാപ്പടയും ഇങ്ങനെ നോക്കണായി ചില ജവാബ്ദാരി പണ്ട് അങ്ങനെ ടാലന്റ് ഉഷാറാവുള്ളൂ അങ്ങനെ ബുദ്ധി ഷാർപ്പാവുള്ളൂ അങ്ങനെ ആക്ടിവിറ്റീസ് ആവുള്ളത് ഇല്ലെങ്കിൽ കാണ്ടില്ല ഞങ്ങൾ ഔത്തുള്ളത് 25 28 30 സഹായമക്ക ഔത്തിൽ കിടന്നുകൊണ്ടുള്ള സമയവും ജാവും സിറ്റ് ഔട്ടും അതേപോലെ ഷോപ്പ് വെച്ചിട്ട് കാലിന്റെ മേലെ കാലിട്ടിട്ട് അപ്പ നയിച്ചിട്ട് വേർപെടുത്തണിയിൽ പാട്ട് കൊമ്പന്നിട്ട് ബദ്ധിയുണ്ടോ ഓടെ കാലിന്റെ മേലെ കാലിന്റെ മൊബൈൽ നോക്കിയിട്ട് നയിക്കുക കൊണ്ടില്ല കേൾക്കുമ്പോൾ നയിപ്പിക്കുകയില്ല ഗൾഫിക്ക് പോയാറ് നയിച്ചിട്ട് വന്നത് റായിലുള്ള ആദ്യങ്ങൾ റജൽ വന്നത് ആദ്യങ്ങൾ 10 പൈസ നയിക്കൊണ്ടില്ല സോമാരിയായിട്ട് അവൻ കടന്നു രാജാവായിട്ട് ബേജാറാക്കേണ്ട ചെറുതിൽ മക്കളൊക്കെ ഞങ്ങളുടെ ഷാർപ്പായിട്ട് അങ്ങനെ ഉണ്ട് ചുമ്മച്ചുള്ളതെല്ലാം പോകും അതുകൊണ്ട് തന്നെ പടപ്പാട്ട് നല്ല ചൊല്ലുള്ളത് ഉമ്മ പാപ്പ മക്കളെ ജവാബ്ദാരി തെങ്ങിട്ട് നമ്മളെ മക്ക നമ്മൾ മരിച്ചിട്ട് നമുക്ക് യാസിനോദർ മക്കാവ് കണ്ടെങ്കിൽ ഹയാത്ത് കാലത്ത് നമ്മുടെ മക്കളോട്ട് നമ്മുടെ ബാന്ധവ്യം ലിങ്ക് തപ്പു പോകും കൊടുകുത്തീര എല്ലാ സമയത്തും ഞങ്ങളുടെ മക്ക ഞങ്ങളുടെ സുഖത്തൊട്ടിಗೆ ಮಾತ್ರ ಇಟ್ಕೊಳ್ಳಾಯದಲ್ಲ ഞങ്ങളുടെ മക്ക ഞങ്ങളുടെ കഷ്ടത്തൊട്ടിಗೆ ഇവിടെ പോലെ കൊടുക്കുന്ന ട്രെയിനിಗೆ ചെറിയ വയസ്സ് ആ പ്രജ്ഞ ഞങ്ങളുടെ മക്കളെ കൽപ്പിൽ ಬೆಳೆಯುವ ആ ರೂಪದ സ്വഭാവ ഉമ്മ ബാപ്പ പഠിപ്പിച്ച മക്കളെ ചില പാലക്കാരുള്ളവരുടെ അതുപോലെ ചൊല്ലുള്ളത് ഉമ്മ ബാപ്പ ചെല്ലത് അത് നിന്റെ സ്വർഗമായിട്ട് കിടക്കും നിന്റെ സ്വർഗ നിസ്കാരത്തിലല്ല നിന്റെ സ്വർഗ നോമ്പുകളല്ല അജ്ജത്തില സകാത്തിലല്ല ഹജറുള്ള സ്വത്തിലല്ല മോനെ നിന്റെ സ്വർഗമുള്ളത് ഉമ്മടിയും ബാപ്പടിയും കാറുടെ അടിയിൽ ചെന്നിട്ട് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹ് മക്കളെ സ്വർഗമുള്ളത് ഉമ്മ ബാപ്പയുടെ കാറുടെ അടിയിൽ നിസ്കാരം നോമ്പ് ഇത്തികാഫ് ഹജ്ജ് സകാത്ത് ഹജറുള്ള സ്വത്ത്
ಎಲ್ಲ സ്വർഗത്തിൽ പോയാൽ പിന്നെ അതിന് ബെനിഫിറ്റ് പറഞ്ഞതാണ്. പോയാൽ പിന്നെ അതിന് തുല്യതല്ലേ അല്ലേ? ഗൾഫിൽ നയിക്കുള്ള 3 लाख രൂപ ശമ്പളം നിങ്ങൾ ചോറ് ഫ്രീ, റൂം ഫ്രീ, പോട്ടെ പണ്ട കാര്യം വാഹനത്തെ സൗകര്യം എല്ലാം ഫ്രീ. ഓക്കെ ഇവിടെ രക്ഷപ്പെട്ടത് കിട്ടാൻ എന്താ പാസ്പോർട്ട് ആക്കണം, ഫസ്റ്റ് പിന്നെ വിസ, കാസർഗോഡ് പോയിട്ട് നയിക്കണം. അപ്പോൾ കൂടുതൽ കിട്ടില്ല. നിസ്കാരവും നോമ്പും നെയ്യാനുള്ള സ്വർഗ. നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫല, ഹജ്ജിന് വല്ലാത്ത പ്രതിഫല. ഇവിടെ സ്വർഗത്തിൽ പോണെങ്കിൽ എന്തൊരു വേണോ? അത് പോയാൽ പിന്നെ അത് കിട്ടില്ലേ? പോണെങ്കിൽ എന്താ വേണോ? പാസ്പോർട്ടും വിസവും വേണം. അതേത് എന്റെ ഉമ്മയും ബാപ്പ, എന്റെ ഉമ്മ ബാപ്പ പാസ്പോർട്ടും വിസവും അത് ക്ലിയർ ആയി. പാസ്പോർട്ട് ഡോട്ട് യാറായി തന്നെ കണ്ടെങ്കും ഗൾഫ് പോകാവില്ല. ഒരു ഡോട്ട് കുറുടി ആയിട്ട് കണ്ടെങ്കും ഗൾഫ് പോകാവില്ല. വിസയും പാസ്പോർട്ടും ഒട്ടിಗೆ ടയറാക്കി നോക്കുമ്പോൾ എല്ലാ അക്ഷര മാത്ര, ഷർട്ട് മാത്ര, മധു മാത്ര, പുള്ളി മാത്ര, ചുറ്റിയും എല്ലാം ക്ലിയർ ഒരുപോലെ ഇല്ലെങ്കിൽ പാസ് ഇല്ല, റിജക്ട്. ഉമ്മ പാപ്പ അതേപോലെ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം യാറൊടിയാക്കി കണ്ടെങ്കിൽ നിന്റെ നിസ്കാരവും ഹജ്ജും ചൂട്ടിയുടെ മുസൂട്ടിಗೆ ಎರಡಲ್ಲಾಗುವ ಒಬ್ಬೊಬ್ಬ ಅದಕ್ಕೆ ಪರ್ಮಿಷನ್, ಅದಕ್ಕೆ ಸ್ವರ್ಗಕ್ಕೆ ಅದಕ್ಕೆ ಪ್ರತಿಫಲ കിട്ടണമെങ്കിൽ ಅದಕ್ಕೆ അല്ലാഹുവിന്റെ മുഖത്തിൽ അംഗീകാരം കിട്ടണമെങ്കിൽ ഉമ്മടിയും ബാപ്പയും പുറത്ത് വേണം, ഉമ്മടിയും ബാപ്പയും പുറത്ത് വേണം. അതുകൊണ്ട് വന്നക്കാര ഏത് കഷ്ടകാലങ്ങൾ നിന്റെ ഉമ്മ ഏത് അന്യായാക്കട്ടെ, എന്ത് ബേജാറാക്കട്ടെ, എന്ത് നൊമ്പലാക്കട്ടെ, ഏത് ഭേദഭാവാകട്ടെ, നിന്റെ ഉമ്മയായിട്ട് ബാബായിട്ട് ബദലാവാനായിട്ട് വാവാന്റെ അവസ്ഥയായിട്ട് കിടന്നത്. അതുകൊണ്ട് മോനെ ദിവസത്തോളം നിന്റെ ഉമ്മടിയും ബാപ്പടിയും നാളെ കൽകളുടെ മനോഭാവം നിന്റെ കൽബിൽ വെച്ചോ. നിന്റെ ബാബ നിന്റെ ഉമ്മ സ്വത്തുവതുകളെ ആൽബോ നിന്റെ ഇടയമൂത്തേക്ക് ബാക്കി എനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അത് നോക്കണ്ട. നിന്റെ സ്വർഗത്തിന്റെ ഉമ്മയുടെ ബാപ്പയുടെ കാലിന്റെ അടിയുള്ള ചില ചിന്ത വെച്ചോ. അതുകൊണ്ട് പലക്കത്തെ ഗ്രാമങ്ങളെ ദീർഘശല്ല പരിശുദ്ധ മുസ്ലിമുകളെ ചൊല്ല കേൾക്കൊലിപ്പസിയല്ല പ്രത്യേക അനുഭവിച്ചോ. ഈ പരിശുദ്ധ റമളാൻ, ലൈലത്തുൽ ഖദർ, പെരുന്നാൾ, വെള്ളിയാഴ്ച ഇതുപോലത്തെ നല്ല നല്ല നാൾ വന്നപ്പോ നിന്റെ റായയുടെ പരിസരത്തുള്ള ഖബർസ്ഥാനത്ത് ഒന്ന് നിൽക്കി നോക്കൂടാ, ഒന്ന് സലാം ചൊല്ലുക. നിന്റെ ബാപ്പയുടെ മീസാനുകളുടെ ഭാഗത്ത് നിൽക്കുന്ന സലാം ചൊല്ലുമോടെ, ഒരു ഫാത്തിഹ ഓതുമോടെ, നമുക്കൊന്ന് ദുആരക്കുമോടെ, ഞങ്ങളൊന്ന് പൊരുത്ത കേൾക്കുമോടെ. ബാപ്പ ഉമ്മ നിങ്ങൾ ഹയാത്ത കാലത്ത് ഇതുപോലെ ചെറുപ്പത്തിലൂടെ സൗഭാഗ്യം നമുക്ക് കിട്ടില്ല. ഉമ്മ നമുക്ക് പൊരുത്തപ്പെടും. ഉമ്മ പൊരുത്തം കേട്ടിട്ട് നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും അവരുടെ സിയാറത്താക്കുന്നീണ്. നിന്റെ മക്കളെയും സിയാറത്താക്കുന്ന സന്ദർഭത്തിൽ നിന്റെ മക്കളെ വിളിച്ചുമ്പോ നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും പരിചയം, അവരുടെ പരിചയം നിന്റെ മക്കൾക്ക് ആക്കി കൊടുക്കുന്നീണ്. എല്ലാ നല്ല ജാതികളും നിന്റെ മക്കളെ ഒറ്റകതി പാട്ട് നിന്നെ പ്രിയത്താക്കുന്നീണ്. ആ രൂപത്തിൽ നിന്റെ മക്കളെ സാലിഹ്യങ്ങളാക്കി നോക്കുന്നീണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹ്യങ്ങളാക്കി. അല്ലാഹ്, ഞങ്ങളുടെ മക്കളെ നീ മുത്തഖീങ്ങളാക്കണടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളെ നീ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പൊറുക്കുക അല്ലാഹ്. പടച്ചറപ്പേ, നീ കരുണാവാരിധിയാണ് റബ്ബേ, ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. പടച്ചറപ്പേ, ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഉപകാരം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ ശക്തിക്കപ്പെട്ടവരാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാഹ്. എല്ലാവിധ ചീത്ത പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചാൽ നമ്മുടെ ഖബറിൽ ചെന്ന് നമുക്ക് സലാം ചൊല്ലുന്ന മക്കളിൽ ഞങ്ങളുടെ മക്കളെ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ മരിച്ചാലും മറക്കാത്ത മക്കളാക്കുക അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ എല്ലാ പരീക്ഷകളിലും വിജയിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ഇസ്സത്തുള്ള ജീവിതം താ അല്ലാഹ്. ഈമാനോടുകൂടിയുള്ള മരണം താ അല്ലാഹ്. മരിക്കുന്ന അവസാനത്തെ നിമിഷം വരെ നിനക്ക് വേണ്ടിയുള്ള നിസ്കാരം നിന്റെ പള്ളിയിലായി ഒരു ജമാഅത്ത് നിസ്കരിക്കാനുള്ള ആരോഗ്യവും മനസ്സും നിങ്ങൾക്ക് നീ താ അല്ലാഹ്. ഈ റമളാൻ ഞങ്ങളുടെ അവസാനത്തെ റമളാൻ ആക്കല്ലേ അല്ലാഹ്.
ഈ റമദാൻ ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ല അല്ലാഹ്. ധാരാളം റമദാൻ ഞങ്ങൾക്ക് നീ എത്തിപ്പിച്ചിട്ട് അല്ലാഹ്. പടച്ചവനെ കുതുബ് സമാൻ മൗലാ തങ്ങളുടെ ഹദറത്തിലാണ് ഞങ്ങളുള്ളത് അല്ലാഹ്. ആ മൗലാ തങ്ങളുടെ മദദ് ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും തന്ന് ഞങ്ങളെ നീ സലാമത്താക്കി അല്ലാഹ്. ആ മൗലാ തങ്ങളുടെ മദദ് കൊണ്ട് ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കണേ അല്ലാഹ്. ആ മൗലാ തങ്ങളുടെ തർബിയത്തിലുള്ള ജീവിതം ഞങ്ങൾക്ക് നീ താ അല്ലാഹ്. മൗലാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ പള്ളിയുടെ പരിസരത്ത് കിടന്നുറങ്ങുന്ന എല്ലാവരുടെ ഖബറും നീ സ്വർഗ്ഗഭവനമാക്കി അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന്, ആപത്ത് മുസീബത്ത് ബലാലുകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെയും കാക്കണേ അല്ലാഹ്. ദാരിദ്ര്യങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പോസ്റ്റ്മോർട്ടം ഞങ്ങൾക്ക് നീ വിധിക്കല്ല റബ്ബേ. പോസ്റ്റ്മോർട്ടം ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും വിധിക്കല്ല റബ്ബേ. പടച്ചവനെ മരിക്കുമ്പോൾ കാമിലായ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗ്ഗം കണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയാനുള്ള ഭാഗ്യം താ അല്ലാഹ്. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم.